സ്ക്രീന് വിസിബിൾ ആണ്, ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണ് കരുതണേ. എന്തെങ്കിലും ഇഷ്യൂസ് വന്നാല് ഇൻ ബിറ്റ്വീൻ ഒന്ന് അറിയിക്കട്ടോ. ഓക്കെ. വൈഫൈന്റെ ഇഷ്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുപോലെ ഉണ്ടായാല്. അപ്പോ ഇന്നത്തെ നമ്മളെ റിവിഷൻ സീരീസിലെ ഏതാണ് പേപ്പർ വണ്ണിന്റെ ഭാഗമായിട്ടുള്ള പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ്. ഓക്കെ, ആ ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 10 മണി തീർക്കാം. ഓക്കെ, 10 മണിക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ. സോ ടോപ്പിക്സ് ഇത് നമ്മൾ എന്താണ് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ ക്ലാസ്സിലൊക്കെ. ഓക്കെ, അപ്പോ എന്താണ് മില്യൺ ഡെവലപ്മെന്റ് ഗോള്, സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോള്, പിന്നെ ആന്ത്രോപജനിക് ആക്ടിവിറ്റീസ്, പിന്നെ എൻവയോൺമെന്റൽ വേരിയസ് ഇഷ്യൂസ്, വേസ്റ്റ് റിലേറ്റഡ് സംഭവങ്ങള്, പിന്നെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നത് ഹ്യൂമൻ ഹെൽത്തിനെ, പിന്നെ എന്താണ് നാച്ചുറൽ എനർജി റിസോഴ്സ്, നാച്ചുറൽ ഹസാർഡ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനത്തെ ഡിഫറെന്റ് എന്താണ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഉണ്ടല്ലേ, മോൺട്രിയൽ, അങ്ങനത്തെ ഒരു വേരിയസ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ എന്നൊക്കെ മാറി ചോദിക്കണമെന്നില്ല. നമ്മൾ എന്താണ് ജസ്റ്റ് എല്ലാം ഒന്നും കവർ ചെയ്യണം. ഓക്കെ, സോ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാം അല്ലാത്ത ജൂൺ 2024 എക്സാമത്തെ PYQs ഇതിന് മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഐഡിയ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അല്ലേ. സോ ഒരു 8 ഗോൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ MDGയും SDGയും. ഓക്കെ, ഫസ്റ്റ് മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്ത് പഠിക്കുക. അതിൽ എത്ര 8 ഗോൾസ് ഉണ്ട്. ഓക്കെ, സോ അവിടെ 17 ഗോൾസ് ആണ്. ഓക്കെ, സോ ഇത് 189 UN മെമ്പർ സ്റ്റേറ്റ്സ്. ആ ടൈമിൽ എന്താണ് UN മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള 189 കൺട്രീസ് സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പീരിയഡ് എന്താ നോക്കാം. 2000 മുതൽ 2015 വരെയുള്ള ആ ഒരു പീരിയഡിലാണ്, 2000 ഇതൊരു മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ എത്രയാണ് 2000 ഇൻട്രൊഡ്യൂസ് 2015 ആകുമ്പോഴത്തേന് എന്താണ് ഈ പറയുന്ന 8 ഗോൾസും 20 ടാർജറ്റും എന്താണ് ഓരോ കൺട്രീസും അച്ചീവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഈച്ച് ഗോൾ വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് ഗോൾ എന്താണ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. സോ ഈ ഒരു 8 ഗോളുകൾ എന്താണ് ക്രോണോളിക്കൽ ഓർഡർ അല്ലെങ്കിൽ എന്താണ് ഓരോ ഗോൾ കറക്റ്റ് ഗോൾ നമ്പർ 1 അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ PYQs കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഫസ്റ്റ് ഗോൾ എന്താണ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ അല്ലെ. സോ എന്താ നമുക്ക് ഫസ്റ്റ് അറിയാം നമ്മൾ വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നമല്ല. അപ്പൊ എന്താണ് ഫസ്റ്റ് ആയിട്ട് എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ അതുപോലെ എന്താണ് ഹങ്കറുള്ള ഇഷ്യൂസ് ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യും. പിന്നെ വിശപ്പ് മാറിയ പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുക, യൂണിവേഴ്സൽ പ്രൈമറി ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ. സോ സെക്കൻഡ് ഗോൾ എന്താണ്, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ തേർഡ് ഗോൾ എന്താണ്, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ അല്ലെ. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയാൻ പറ്റും, എസ്പെഷ്യലി ആ ഒരു ടൈമിൽ ഇപ്പൊ കുറച്ചൊക്കെ ജെൻഡർ ഇക്വാലിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി നല്ല നിലനിന്നൊരു ഇതായിരുന്നു 2000 അപ്പൊ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ ജെൻഡർ ഇക്വാലിറ്റി എംപവർ വിമൻ ഒക്കെ. ഓക്കെ, അതായത് സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന കുട്ടികൾ ഈക്വൽ നമ്പർ ഓഫ് ഗേൾസിനും ബോയ്സിനൊക്കെ പറഞ്ഞേക്കുന്ന കേസ്. പിന്നെ എന്താണ് ഫോർത്ത് ഗോൾ എന്നാണ്, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. സോറി, ഫോർത്ത് ഗോൾ എന്നാണ് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഓക്കെ, നമുക്കറിയാൻ പറ്റും എന്താണ് ചൈൽഡ് മോർട്ടാലിറ്റിന്റെ കേസ്. അതായത് എന്താണ് 5 ഇയർ ബിലോ ഉള്ള കുട്ടികൾ മരിക്കുന്ന കേസ്. ആ ടൈമിലൊക്കെ എന്തായിരുന്നു, അപ്പൊ അതായത് ജനിച്ചു കണ്ട എന്താണ് കുട്ടികൾക്ക് ഈ മാൽന്യൂട്രീഷൻസ് ഇതൊക്കെ പ്രശ്നങ്ങൾ എന്താണ് കുട്ടികൾ പെട്ടെന്ന് ഇതായിരുന്നു. ഓക്കെ, എന്താണ് മരണപ്പെട്ടു ചെറിയൊരു ചൈൽഡ് എന്ന് പറയുന്നത് 5 വയസ്സിനുള്ളിൽ കുട്ടികൾ എന്താണ്. അപ്പൊ ആ ഒരു ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ് കുറയ്ക്കുക. ഓക്കെ, പിന്നെ എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഓക്കെ, മെറ്റേണൽ ഹെൽത്ത് നമുക്കറിയാം, അതായത് മദറിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ഉള്ള ആൾക്കാരൊക്കെ ഹെൽത്ത് എന്ത് ചെയ്യാം, മെറ്റേണൽ മോർട്ടാലിറ്റി. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് പ്രഗ്നൻസി ലെവലൊക്കെ ഉള്ള മദർ അവർക്കൊന്നും ഇത് ബാധിച്ചിരുന്നു ഫീമെയിൽസിനെ. അപ്പൊ അവരിത് എന്താ ചെയ്യുക, ഫിഫ്ത്ത് ഗോൾ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. സിക്സ്ത് വൺ എന്താണ്, കോമ്പാറ്റ് HIV/AIDS. അങ്ങനത്തെ HIV/AIDS അതൊക്കെ എന്താ അതിനെതിരെ പോരാടാം. അതുപോലെ എന്താ ചെയ്യുക, ആൾക്കാരെ അവെയർ ആക്കുക, എന്താ മലേറിയ അതുപോലെ അത്തരം ഡിസീസുകളൊക്കെ എന്ത് ചെയ്യാം, അതിനെതിരെയുള്ള ഒരു പ്രതിരോധം. ഓക്കെ, പിന്നെന്താണ് സെവൻത്ത് വൺ, എൻഷുവർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അല്ലെ.
നമുക്കറിയാൻ പറ്റുന്ന തീർച്ചയായും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കണം. അപ്പൊ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യും. 8th വൺ, എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് വേണം. അപ്പൊ ഈ ഫസ്റ്റ് ഇങ്ങനെ തന്നെ പഠിക്കും. ഫസ്റ്റ് വണ്ണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. സെക്കൻഡ് വൺ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷനും. തേർഡ് വൺ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. ഫോർത്ത് വൺ ചൈൽഡ് മോർട്ടാലിറ്റി. ഫിഫ്ത്ത് വൺ ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത്. സിക്സ്ത് വൺ കോമ്പാറ്റ് HIV, AIDS, മലേറിയ അതർ ഡിസീസസ്. സെവൻത്ത് വൺ എൻഷുർ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി. 8th വൺ എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഓക്കെ, സോ മില്യൺ ഡെവലപ്മെന്റ് 8 ഗോൾസ് ഇതാണ്. ഇത് തീർച്ചയായും പഠിച്ചിരിക്കുക. ഇതിന്റെ കാലഘട്ടം 2000 മുതൽ 2015 വരെ 21 ടാർഗറ്റ്സ് ഉണ്ട്. 189 കൺട്രീസ് ആണ് ഇതിൽ സൈൻ ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് വന്നിട്ട് എന്താണ് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ആ ഒരു കേസിൽ എന്ത് ചെയ്തിട്ടില്ല, UN എന്ത് ചെയ്തിട്ടുണ്ട് 2015 ഇതിന്റെ ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു എന്താണ് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായിട്ടുണ്ട്, ആ 8 ഗോൾസ് ഒന്നും കൂടി എന്തായിട്ടുണ്ട്, അത് കൂട്ടി ഒരു ഡബിൾ ലെയർ കൂടിയില്ല, 17 ഗോൾസ് ആയി. 21 ടാർഗറ്റ് എന്താണ് 169 ടാർഗറ്റ് ആയി. ടാർഗറ്റിന്റെ എണ്ണവും കൂടി. അപ്പോൾ 17 ഗോൾസ് 169 ടാർഗറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ എന്താണ് അവിടെ ആ ടൈമിൽ 189 കൺട്രീസ്, ഇവിടെ തന്നെ 2 കൺട്രിയാണ് 191 കൺട്രീസ് ആണ് ആ ടൈമിൽ സൈൻ ചെയ്തത്. 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മില്യൺ ഡെവലപ്മെന്റ് ഗോള് കഴിയുന്ന ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇത് തുടങ്ങുന്നത് 2016 മുതൽ 2030 വരെയാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 17 ഗോളും എന്താണ്, ഓരോ ഗോളും ഓരോ ഇതെന്ന് കറക്റ്റ് ആ ഒരു ഗോൾ നമ്പർ 1 അങ്ങനെ തന്നെ പഠിക്കൽ നിർബന്ധമാണ്. കാരണം ഒരു PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ എന്താണ് ഫസ്റ്റത്തെ ഗോൾ നോ പോവർട്ടി. ഇപ്പൊ നേരത്തെ പോവർട്ടി ഹങ്കറും കൂടി ഒറ്റ ഗോളായിരുന്നു. ഇവിടെ എന്താണ് നോ പോവർട്ടി അല്ലെ, ദാരിദ്ര്യത്തിന്റെ കേസ് ഫസ്റ്റ് ഗോളായിട്ട് പറയുന്നു. ഹലോ, സാറേ, ഓരോ ഗോൾസിന്റെ അടിയിൽ നമ്മൾ ടാർഗറ്റ്സ് നോക്കുന്നില്ലേ, അത് ഇമ്പോർട്ടന്റ് അല്ല? അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് എന്താണ് അത്ര ചില കേസിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ എക്സാമിന് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയനുസരിച്ചാണ് അതിന്റെ. പക്ഷെ ഒരു അത്ര നിങ്ങൾക്ക് ഒരു 90% ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ, അല്ലെങ്കിൽ അത്ര ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻക്ക് വരുമ്പോഴാണ്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള കേസിൽ എന്താണ് അത് അത്ര വരാറില്ല. പക്ഷെ എന്താണ്, പക്ഷെ നമ്മൾ സിലബസ് ഉള്ളത് കൊണ്ട് എന്താണ് അത് നിങ്ങൾ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് എന്താണ് കവർ ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ക്രാഷിന്റെ ഭാഗമായിട്ട് അല്ല, ക്രാഷ് അല്ല, അപ്പോൾ റിവിഷന്റെ ഭാഗമായിട്ട് ക്വിക്ക് ആയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ തീർക്കണം ഈ സെക്ഷന്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നിങ്ങൾ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് അത് കവർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ നല്ലതാണ്. പക്ഷെ അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എന്താണ് അത് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ആ ഒരു കേസിൽ എന്താണ് ഈ ഒരു 17 ഗോളുകൾ എന്താണ് നിങ്ങൾ തീർച്ചയായും പഠിക്കണം, ഓരോ ഗോൾ 1 by 1. ഓക്കെ, സോ കാരണം ഞാൻ പറഞ്ഞ പോലെ എന്താണ് എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബാക്കോട്ട് പോയാൽ എന്ത് ചെയ്യും, കട്ട് ഓഫിൽ അത് നിങ്ങളെ നല്ലോണം ബാധിക്കും. ഓക്കെ, സോ ആ ഒരു കേസിൽ എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം. എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ടഫുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത്രയും നല്ലതാണ്. പക്ഷെ എന്താണ് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും എന്താണ് ആൻസർ കിട്ടാതെ പോകരുത്. ഓക്കെ, അതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് നോ പോവർട്ടി. ഓക്കെ, സെക്കൻഡ് വണ്ണ് സീറോ ഹങ്കർ. തേർഡ് വണ്ണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഫിഫ്ത്ത് വൺ ജെൻഡർ ഇക്വാലിറ്റി. സിക്സ്ത് വൺ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സെവൻത്ത് വൺ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. എയ്ത്ത് വൺ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നയൻത്ത് വൺ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10th വൺ റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ്. 11th സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 12th റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13 ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ, ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. 13 ക്ലൈമറ്റ് ആക്ഷൻ. 14 ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 17 എന്താണ് ലാസ്റ്റ് ഗോൾ, അതിലും 8th ഗോൾ എന്താണ് പാർട്ണർഷിപ്പ്. 4th ഗോൾ ഇവിടെ 17. സോ ഈ ഒരു കേസിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ നമുക്ക് എന്താണ് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും. ഈവൻ 17 ഗോൾസ്. പിന്നെ വേറെ കേസ് അറിഞ്ഞിരിക്കേണ്ടത് ഈ 17 ഗോൾസും മറ്റ് 8 ഗോൾസും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ചില ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണ് സസ്റ്റൈനബിൾ, അതായത് ഓപ്ഷൻ എ, അതായത് ABCD മിക്സ് ചെയ്ത് കൊടുത്തിട്ട് A ഉള്ളു B ഉള്ളു B, അങ്ങനെ ആ ഒരു കേസിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഗോൾ കണ്ട് തിരിച്ചറിയണം. അതായത് സീറോ പോവർട്ടി ആൻഡ് ഹങ്കർ എന്നുള്ള ഒരുമിച്ചുള്ള ഗോൾ മറ്റേതിലാണെന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, ആ ഒരു കേസ് ഇതിൽ ഡിഫറൻഷിയേഷൻ ഉള്ള ഗോൾ. അപ്പോൾ
ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫറെന്റ് കോഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കുക. അല്ലാത്തൊരു കേസിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് എന്താണ് നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ് ഒക്കെ ഫസ്റ്റ് വെച്ച് അങ്ങനെ ആ ഒരു കേസിൽ എന്താണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടിയാൽ മതി. ഇപ്പൊ പൊഹയും ജെസ്സി അങ്ങനെ എന്താണ് POHE പൊഹെ, അതുപോലെ ജെസ്സി എന്ന് കൂട്ടാം അല്ലെ, GSEE. ഇപ്പോൾ നമുക്കറിയാം ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലേ ഇന്റർനാഷണൽ. അപ്പോൾ ICCന്റെ ക്രിക്കറ്റ് വേൾഡ് ലീഗ് CWL ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് ലീഗ് PP എന്താണ് പെർമിറ്റ് കിട്ടി കാണാൻ പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ കോഡായി ഇവിടെ. അപ്പൊ പൊഹയിൽ എന്ന P എന്താണ് പോവർട്ടി, O എന്താണ് സീറോ അങ്ങനെ ആണ് കേട്ടോ, ഹെൽത്തിന്റെ ഗുഡ് ഹെൽത്ത്. അപ്പൊ പൊഹ എന്നുള്ളത് പോവർട്ടി, സീറോ ഹങ്കർ, ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ജെസ്സി GSEE. ഓക്കെ. അപ്പൊ അവിടെ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ. ക്ലീൻ വാട്ടർ സാനിറ്റേഷൻ SEE. പിന്നെ ഏതൊക്കെയാ വരുന്നത്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, പിന്നെ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമി. അപ്പൊ എനർജി എക്കണോമിക് ഗ്രോത്ത്. പിന്നെ എന്താണ് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ പിന്നെ റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, പിന്നെ എന്താണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ. പിന്നെ CWL എന്ന ക്ലൈമറ്റ് ആക്ഷൻ. പിന്നെ ലൈഫ് ബിലോ വാട്ടർ. നമുക്ക് ആദ്യം ലൈഫ് ഉണ്ടായിട്ടുള്ളത് വെള്ളത്തെ. അപ്പൊ ലൈഫ് ബിലോ വാട്ടർ ഫസ്റ്റ് വന്നിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ലൈഫ് ഓൺ ലാൻഡ് നെസ്റ്റ്. പിന്നെ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ 16. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഓക്കെ. സോ ഇത്രയും പറഞ്ഞതിലും ഡൗട്ട് ഉണ്ടോ? നോ സർ. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിട്ടോ. Arrange the following themes of sustainable development goals according to their goal number in increasing order. ഓക്കെ. ഇതിനൊന്ന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ ആയിട്ടൊന്ന് പറയൂ.
ആൻസേഴ്സ് കിട്ടിയോ? ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. സോ അതായത് ഏതാണ് ഫസ്റ്റ് ഏതാണ്? സീറോ ഹങ്കർ. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഫസ്റ്റ് വരെ ബി അല്ലേ? ഓപ്ഷൻ ബി സീറോ ഹങ്കർ എന്താണ്? സെക്കൻഡ് ഗോൾ ആണല്ലേ? പിന്നെ വരെ ഏതാണ്? ഓപ്ഷൻ ഇ ക്വാളിറ്റി എഡ്യൂക്കേഷൻ തേർഡ് ഗോൾ അല്ലേ? പിന്നെ ഏതാണ്? ജെൻഡർ ഇക്വലിറ്റി വരെ ഏതാണ്? ജെൻഡർ ഇക്വാലിറ്റിന്റെ കേസ് ഏതാണ്? ഫോർത്ത് ഗോള് അല്ലേ? പിന്നെ ക്ലൈമറ്റ് ആക്ഷന് 13th ഗോള്. പിന്നെ സി പീസ് ആൻഡ് ജസ്റ്റിസ് 16th ഗോള്. ഓക്കെ, ഇത് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ SDG ഒരു എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, അതുപോലെ എന്താണ് മില്യൺ ഡെവലപ്മെന്റ് ഗോൾ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പൊ എങ്ങനെ വരുന്നത് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഈവൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്താണ് 8 ഗോൾസ് അല്ലെങ്കിൽ ആ ഒരു 17 ഗോൾ എനിക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് ആൻസർ കിട്ടണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ആന്ത്രോപജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദയർ ഇമ്പാക്ട്സ് ഓൺ ദ എൻവയോൺമെന്റ്. ആ ഒരു സെക്ഷൻസിൽ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് നമുക്കറിയാം ആന്ത്രോപജനിക് ആക്ടിവിറ്റി, അതായത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആക്ടിവിറ്റീസും അതങ്ങനെ പരിസ്ഥിതിയെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാലങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ അല്ലേ? സോ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനവുമായി റെസ്പോൺസിബിൾ ആയി നോക്കാം. ഇപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ, നമുക്ക് ഈ ഓസോൺ പാളിക കേട്ടിട്ടുണ്ടാവില്ലേ? ഓസോൺ അതായത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ചില കേസിൽ എന്താണ് ആ ഒരു ജോഗ്രഫിയിൽ അങ്ങനെ കുറച്ച് വരാറുണ്ടോ ചില കേസിൽ ഇവിടെ ചോദിക്കാറുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ലെയർ, ട്രോപ്പോസ്ഫിയർ, അങ്ങനെ ആ ഒരു ഇതിലുണ്ട്. അതിൽ ഓസോൺ ലെയർ പ്രസന്റ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ ഒരു ഓസോൺ ഡിപ്ലീഷന്റെ എന്താണ് ചില കേസ് എന്താണ് ഒരു ഓസോൺ പാളിക്ക് വിള്ളൽ ഒരു കേസ് അറിയുണ്ടാവില്ല. സോ ഇവിടെ എന്താണ് ഈ അൾട്രാ വയലറ്റ് റേസ് വരുന്നത് എന്താണ് ഒരു ഇത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു ആവരണം പോലെ എന്താണ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസിൽ അന്റാർട്ടിക്കയിൽ വിള്ളൽ വന്ന ഒരു കേസിലൊക്കെ എന്താണ് ഈ ഒരു ഇതിൽ എന്താണ് ഓസോൺ ഡിപ്ലീഷൻ വരുമ്പോൾ എന്തായാലും ഭൂമിയിലേക്ക് വരുന്ന താപനില എന്ത് ചെയ്യും, അതായത് അൾട്രാ വയലറ്റ് റൈസിന് ഇത് എന്താണ് ഒരു വ്യതിയാനം വന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് അപ്പൊ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന് കോഴ്സ് ഇപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാം, ഗ്ലോബൽ വാർമിംഗ് എന്താണ് ആഗോളതാപം. ഗ്ലോബൽ വാർമിംഗ് ഒന്നുകൂടി അടുത്തത് നമുക്ക് എക്സസൈസ് ആയിട്ട് പറയാം. പിന്നെ അപ്പൊ ഗ്ലോബൽ വാർമിംഗ് സ്വാഭാവികമായിട്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമ്പോൾ എന്താവാം, നമുക്ക് ഗ്ലേഷ്യറിലുള്ള ഐസസും അതുപോലെ എന്താണ് ഇപ്പൊ നമുക്കറിയാം പോളർ ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യേണ്ട ഒരു കേസ് വരും. ഇത്ര ഐസസ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ട് സീ ലെവൽ റൈസ് ചെയ്യും. എന്താണ് ഓഷ്യൽ ആസിഡിഫിക്കേഷൻ ഇഷ്യൂസ് വരും. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിജൻ സൈക്കിൾ ഇതിലൊക്കെ എന്ത് ചെയ്യും, ഒരു ഡിസ്റപ്ഷൻ വരും. ഇതൊക്കെയാണ് എന്താണ് ഇങ്ങനെ ഒക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിലേക്കുള്ള ഒരു ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ കോസസ് ആയിട്ട് പറയുന്നതാണ് ഡിഫറെന്റ് പൊല്യൂഷൻ നമുക്ക് അറിയാൻ പറ്റുമ്പോൾ ഡിഫറെന്റ് പൊല്യൂഷൻസ് വരുന്നുണ്ട്. പിന്നെ എന്താ എർത്തിന്റെ ഓർബിറ്റ്, അത് നാച്ചുറൽ എർത്തിന്റെ ഓർബിറ്റിലുള്ള വേരിയേഷൻ വരുന്നത് അത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് അല്ല, നാച്ചുറൽ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഒരു കോസ് ആണ്. പിന്നെ എന്താണ് പൊല്യൂഷൻസ്, പിന്നെ എന്താണ് ഓവർ നാച്ചുറൽ റിസോഴ്സ് എന്താണ് ലിമിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത് ഓവർ എക്സ്പ്ലോറ്റ് ചെയ്യുന്ന ഒരു കോസ് ആണ്. പിന്നെ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, ഡിഫറെന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡിഫോറസ്റ്റേഷന്. സോ ഇത്തരം കോഴ്സൊക്കെ കൊണ്ട് എന്തൊക്കെ എന്ത് ചെയ്യും, ക്ലൈമറ്റ് ചേഞ്ച് വരും. അപ്പൊ ഒരു ആ ഒരു ജസ്റ്റ് കേസ് എന്താ അറിഞ്ഞിരിക്കുക ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഈ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എന്താണ് കുറച്ച് ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് കുറച്ച് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് അല്ലേ? അപ്പൊ നമ്മളെന്താണ് ക്ലൈമറ്റ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ടൈമായി ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. ഓക്കെ, അതായത് എന്താണ് നമ്മൾ ഭൂമിക്ക് എന്താണ് ഒരു ആവറേജ് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ആ ഒരു എന്താണ് ഇത് കറക്റ്റ് ഒരു ഇത് എന്താണ് ഗ്ലോബൽ വാർമിങ്. ഓക്കെ, സോ ഇത് കറക്റ്റ് നിശ്ചിത അളവിൽ എന്തായിരുന്നു പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് വരെ എന്തായിരുന്നു ആ ഒരു ആവറേജ് ടെമ്പറേച്ചറിന് വലിയ വ്യതിയാനമൊന്നും ഇല്ലായിരുന്നു. ഒരു നിശ്ചിത അമൗണ്ട് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചൂട് കൂടുന്നുണ്ടല്ലോ, സ്വാഭാവികമായി നമുക്ക് അറിയാം എസ് ചെയ്യേണ്ടതൊക്കെ. അപ്പൊ എന്താണ് ഈ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിന്റെ ഇതിന് അതായത് ബിറ്റ്വീൻ 1850 to 1900 എന്താണ് ഈ ചെയ്യുന്നത് കൂടിക്കൊണ്ടിരുന്നു. ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്കറിയാം, ഫോസിൽ ഫ്യൂൽസ് അല്ലെ, പെട്രോൾ ഡീസൽ ഇതൊക്കെ നമുക്ക് ഫോസിൽ ഫ്യൂൽസ് ആണ്. അതിന്റെ ഇത് ഇൻക്രീസ് മൂലവും
എന്തായാലും ഹീറ്റ് ട്രാപ്പിംഗ് GHG, അതായത് ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ലെവൽ എർത്ത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് പറയുമ്പോൾ തീർച്ചയായും പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓസോണിന്റെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഹൗസ് നമുക്ക് അറിയുന്നതാണ് ഹരിതവാതകങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഹരിതവാതക ഗ്രഹം അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെ, ഹരിത. അപ്പൊ ആ ഒരു കേസിൽ എന്താണ് GHG, അപ്പൊ ആ ഒരു കേസിൽ എന്താണ് നമ്മൾ ഭൂമിയിലേക്ക് ഒരു ആവരണ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം ഗ്യാസ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഗ്രീൻ ഹൗസ് നല്ലതാണോ വെച്ചാൽ നല്ലതാണ്, കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒരു നിശ്ചിത എമൗണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഭൂമിയിൽ ഇല്ലെങ്കിൽ ഭൂമി എന്താ ഒരു ഐസേജിലേക്ക് പോകും. അപ്പൊ പക്ഷെ ഈ എന്താണ് ഭൂമിയിലേക്ക് വരുന്ന എന്താണ് സൂര്യനിൽ നിന്ന് വരുന്ന ഇതിൽ നിന്ന് പ്രകാശത്തിൽ നിന്ന് എന്താണ് കുറച്ച് ഇതിൽ എന്താണ് തങ്ങി നിർത്തിയിട്ട് ഒരു ഒരു ഹീറ്റിംഗ് എഫക്റ്റ് കൊടുത്തിട്ട് ഒരു നിശ്ചിത രീതിയിൽ കൊടുത്ത് ഐസേജിൽ നിന്ന് കാക്കുന്നത് ഗ്രീൻ ഹൗസസ് ആണ്. പക്ഷെ ആ ഒരു ഇപ്പൊ പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ഹൗസിന്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു കേസിൽ എന്താണ് ഈ നിശ്ചിത എമൗണ്ടിലേറെ, പക്ഷെ എന്താണ് ഇപ്പൊ ഒരു പ്രശ്നങ്ങൾ പോസ് ഇതൊക്കെ കാരണം എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ചെയ്യുന്നതിന് ഒരു ഡിഫറൻസ് വന്നാല് ഈ ഒരു ഗ്രീൻ ഹൗസ് ആയിട്ടുള്ള ഗ്യാസിന്റെ ഒരു കേസിൽ ഡിഫറൻസ് വന്നാൽ എന്ത് ചെയ്യും, ഡിഫറെന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, അപ്പൊ അതിൽ ഡിഫറൻസ് വന്നാൽ എന്ത് ചെയ്യും, അപ്പൊ അതാണ് ഗ്ലോബൽ വാർമിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് ഡിഫറെന്റ് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ വേപ്പർ, നമ്മളെ വാട്ടർ വേപ്പർ എന്താണ് അത്ര എഫക്റ്റ് ഉള്ളതിൽ വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല കേട്ടോ, പക്ഷെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പിന്നെ മീതെയിന്, ഓക്കെ, CH4 എന്നുള്ള മീതെയിന് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഓക്സൈഡ് N2O ഗ്രീൻ ഹൗസ് ഗ്യാസ്. പിന്നെ ഓസോൺ നമ്മൾ O3 അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയലിൽ നിന്ന് ഇപ്പൊ ഇത്തരം ഗ്യാസുകളൊക്കെ എന്താണ് നാച്ചുറലി ഉണ്ടാവുന്നതല്ല. പിന്നെ ഇൻഡസ്ട്രിയലിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസ് നമുക്കറിയാം, ഗ്യാസിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജ് CFC, SF6, NF3, PFC, HFC ഇതൊക്കെ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കേസ് വരാറുണ്ട്. സോ വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിന്, നൈട്രസ് ഓക്സൈഡ്, ഓസോണ്, ഓക്കെ, പിന്നെ ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ഇതൊക്കെ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇനി ഇവിടെ അടുത്ത് ശ്രദ്ധിക്കാൻ ഒരു GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നാണ്. ഇപ്പൊ GHG പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇനി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഇതൊരു മെഷറിംഗ് ആണ്, ഹൗ മച്ച് ഹീറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് സ്പെസിഫിക് ടൈം പീരിയഡ്. നോർമലി ഇത് കൺസിഡർ ചെയ്യല് 100 ഇയേഴ്സിനാണ്. ഓക്കെ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്, അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് എടുക്കല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാർബൺ ഫുട് പ്രിന്റ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ എത്ര കാർബൺ അല്ലെ നമ്മൾ, അപ്പൊ ഇത് ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനാണ് ബേസ് ആയിട്ട് എടുക്കുന്നത് 100 വർഷത്തിന്. ഓക്കെ, ഹൗ മച്ച് ഹീറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്പ് ചെയ്യും എന്നുള്ളൊരു കേസിൽ. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് എന്താണ് 1 ആണ്. ഓക്കെ, ഇനി ബാക്കി അപ്പൊ ഇത് അടുത്തൊരു PYQs വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അതായത് എത്ര ഹീറ്റ് ഒരു 100 വർഷം പീരീഡ് ട്രാപ്പ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ബേസ് ആക്കി എടുക്കുക, അപ്പോൾ 1. പിന്നെന്താണ് മീതെയിൻ 28 to 34. പിന്നെ നൈട്രസ് ഓക്സൈഡ് 298, ഓസോണ് 918, ഒരു അറൌണ്ട് 1000 കൂട്ടുക. CFCന്റെ കേസിൽ അറൌണ്ട് 5000, 4750. സൾഫർ എക്സാ ഫ്ലൂറൈഡ് അതായത് SF6 23,500, ആ ഒരു കേസ്. ഓക്കെ, സോ ഇതെന്താണ് എക്സാമിന് ചോദിച്ചത് കൊണ്ടാണ് ഇതിന് പ്രത്യേകം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബേസ് ആക്കി എടുക്കൽ ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്പ് ആവും 100 ഇയേഴ്സ്, അതാണ് ഒരു ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബേസ് ആക്കി എടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, അപ്പൊ എന്നിട്ട് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബേസിലാണ് ബാക്കിയുള്ളതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കും. അറേഞ്ച് ദ ഫോളോയിങ് ഗ്യാസസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അതായത് GWPന്റെ ബേസിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കും. ഇതൊക്കെ ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഒന്ന് നോക്കൂ ഇതിന് ആൻസർ. ഓക്കെ,
ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആയിട്ട് ആൻസർ വരിക ഓപ്ഷൻ ബി. അതായത് അസെൻഡിങ് ഓർഡർ അറിയേണ്ടതാണ് ഇൻക്രീസിങ് ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് കേട്ടോ. അതായത് അത് അസെൻഡിങ്ങും ഇൻക്രീസിങ്, അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കി കേട്ടോ. ഇൻക്രീസിങ് പറഞ്ഞാൽ ലോവസ്റ്റ് ടു ഹയസ്റ്റും, അസെൻഡിങ്ങും റൈസിങ് ഓർഡർ ഒക്കെ എന്താണ് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് നമുക്ക് അറിയാൻ പറ്റുക, അതാണ് ഏറ്റവും ചെറുത് ഏതാണ്, CO2 ആണ് 1 അല്ലേ. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ CH4 നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, CH4 ആണ് പിന്നെ അടുത്തത് വരുന്നത്. ഓക്കെ, അടുത്തത് വലിയ യൂണിറ്റ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, പിന്നെ ഏതാണ് അടുത്തത് വരുന്നത്, ഏതാണ് N2O ആണ്. പിന്നെ CF6, പിന്നെ SF6, CFC11, SF6. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യല്? Yes, sir. ഓക്കെ, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇപ്പോൾ ലോക്കല്, റീജിയണല്, ഇതെന്താ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയൊരു, ഇതില് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ട് കേട്ടോ. എന്താണ് നമ്മളെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്താ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പൊ ലോക്കല്, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ആയിട്ടുള്ള എന്താണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ലോക്കലി അറിയുമ്പോൾ എന്താണ്, ഇപ്പൊ ലോക്കലി നമ്മളൊരു ചുറ്റുവട്ടത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, ഇപ്പൊ ലോക്കൽ എടുക്കാൻ നമ്മളൊരു ഏരിയയിൽ ഇപ്പൊ ഒരു ജില്ല വേണമെങ്കിൽ കൂട്ടാം. റീജിയണൽ ആകുമ്പോൾ വേണമെങ്കിൽ മാക്സിമം എന്താ ഒരു പ്രത്യേക റീജിയൻ, ഇപ്പൊ ഒരു മലബാർ റീജിയൻ എന്ന് പറഞ്ഞ ഒരു റീജിയനിൽ. ഈ ഗ്ലോബൽ അറിയുമ്പോൾ എന്താ ആൾ ഓവർ ദ വേൾഡിലുള്ള പ്രശ്നം. ഇപ്പൊ ലോക്കലി നമുക്കുള്ള ഇഷ്യൂസ് ഇപ്പൊ എന്തൊക്കെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മളെ ലോജിക്കലി നമ്മളെ ഒരു റീജിയൻ ഇപ്പൊ വേസ്റ്റ്, ഇപ്പൊ ഇതൊരു ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇതിനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ഇപ്പൊ ഒരു വേസ്റ്റ് ഡിസ്പോസലുമായിട്ടുള്ള ഇഷ്യൂസ് എന്തായിരിക്കും, അത് തീർച്ചയായും ലോക്കൽ, ഇപ്പൊ ഗ്ലോബലി ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ആയിട്ടില്ല, അത് ലോക്കലി തന്നെ കൺസിഡർ ചെയ്യണം. പിന്നെ വാട്ടർ സ്കേസിറ്റി. ഓക്കെ, ഒരു വെള്ളക്ഷാമത്തിന്റെ ബുദ്ധിമുട്ട്, അത്തരം ഇഷ്യൂസ്. പിന്നെ ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്താണ് ഡിഫോറസ്റ്റേഷൻ മൂലം അല്ലെങ്കിൽ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിലവിലുണ്ടായിരുന്ന ഭൂമികളൊക്കെ തരിശു ഭൂമിയായിട്ട് അല്ലെങ്കിൽ ഒരു കൃഷിക്കോ അല്ലെങ്കിൽ ഒരു വെജിറ്റേഷന് യോഗ്യമല്ലാതെ ഒരു നമുക്ക് ഇത് മരുഭൂമിയായിട്ട് പോകണം. ഡിസർട്ടിഫിക്കേഷൻ അതാണ് അതിൻ്റെ ഒരു കേസ്. പിന്നെ പൊല്യൂഷൻ, ഇപ്പൊ പൊല്യൂഷനൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഡൽഹി NCR റീജിയനിൽ ആ ഒരു ലോക്കൽ റീജിയനിൽ ഇപ്പൊ എന്താണ് ഒരു എയർ പൊല്യൂഷൻ, എസ്പെഷ്യലി സ്മോഗ് ഫോം ചെയ്യുമല്ലോ. ഡൽഹി NCR റീജിയനിലൊക്കെ സ്മോക്കും ഫോഗും കൂടി സ്മോഗ് ഫോം ചെയ്യുന്ന ഒരു കേസൊക്കെ വിന്ററിൽ. ഓക്കെ, സോ ഒരു പൊല്യൂഷൻ അത് ലോക്കലിയാണ്. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് അല്ലെ, വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷ്യസ്, ഇതൊക്കെ എന്താണ് ലോക്കലിയാണ്, ഗ്ലോബലി അല്ല കൺസിഡർ ചെയ്യുക. ആ ലോക്കലി ആ ഒരു ഏരിയയിലാണ്. പിന്നെ കണ്ടാമിനേഷൻ ഓഫ് ലേക്സ് അല്ലെ, തടാകങ്ങളൊക്കെ എന്താണ് ഇപ്പൊ സീ ലെവൽ ആകുമ്പോൾ സീന്റെ കേസ് ആണെങ്കിൽ ഗ്ലോബലിയാണ്. പക്ഷെ ലേക്സ് ആകുമ്പോൾ എന്താണ് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കണ്ട അപ്പൊ ഇതിൽ ഞാൻ ഒരു മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്തുള്ളൂ. സോ ഇതിലില്ലാത്ത എക്സാമ്പിൾ വന്നാൽ നിങ്ങൾക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. പക്ഷെ ഇനി അത് ഇത് പഠിപ്പിച്ചിട്ടില്ല, അത് എനിക്ക് ആ ഒരു ഇത് വരരുത്. അപ്പൊ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം, ഇത് ലോക്കൽ ഇഷ്യൂ ആണോ, റീജിയണൽ ഇഷ്യൂ ആണോ, ഗ്ലോബൽ ഇഷ്യൂ ആണോ. ഓക്കെ, സോ കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി റീജിയണൽ, അപ്പൊ ഇത് എന്ത് ചെയ്യാം, ലോക്കൽ ഇതിലേറെ വലുതാണെന്നാണ് ഗ്ലോബലിലേക്ക് എത്തിയിട്ടില്ല. അതിനൊരു ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ സ്റ്റേജിൽ വരുന്നതാണ് റീജിയണൽ ഇഷ്യൂസ്. ഓക്കെ, ഇത് എന്താണ് കണ്ടാമിനേഷൻ ഓഫ് റിവർ. ഓക്കെ, എന്താണ് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞപ്പോ എന്താണ് ലേക്ക് ഒരു ലോക്കൽ ഇപ്പൊ ഇപ്പൊ റിവർ നമുക്കറിയാം എന്താണ് റിവർ എന്താ കുറച്ചും കൂടി ഒരു റീജിയനിൽ ഫുള്ള് ഒഴുകുന്നതായിരിക്കും റിവർ. ഇപ്പൊ സോറി, ഇപ്പൊ കണ്ടാമിനേഷൻ ഓഫ് റിവർ എന്താണ് ഒരു റീജിയണൽ ഇഷ്യൂ ആണ്. പിന്നെ എയർ പൊല്യൂഷൻ ലൊക്കേഷൻ, പുവർ എയർ ക്വാളിറ്റി എന്താണ് ഒരു റീജിയണൽ ഇഷ്യൂ ആണ്. പിന്നെ ഹാബിറ്റേറ്റ് ലോസ് അല്ലെ, ഹാബിറ്റേറ്റ് ലോസ് ചെയ്യുന്നത് റീജിയണൽ ഇഷ്യൂ ആണ്. പിന്നെ ആസിഡ് റെയിൻ, ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പോ ആസിഡ് റെയിനുമായി ബന്ധപ്പെട്ട എന്താണ് താജ്മഹലുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പൊ എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഇതൊക്കെ മൂലം എന്താണ് താജ്മഹലിന്റെ കളർ ഷെയ്ഡ് ഒക്കെ വരുന്നത് എന്താണ് മാർബിൾ ഇത് ചെയ്യുന്നതൊക്കെ എന്താണ് ആസിഡ് റെയിൻ മൂലമാണ്. ഓക്കെ, സോ ആസിഡ് റെയിൻ. ഇനി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഗ്ലോബൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഗ്ലോബലി ആയിട്ടുള്ളത് ഒക്കെ നോക്കാം ഏതൊക്കെയാണ്. ഗ്ലോബൽ വാർമിംഗ്, പിന്നെ ആഗോള താപനമൊക്കെ എന്താണ് ഗ്ലോബലി ബാധിക്കുന്നതാണ് അല്ലെ.
പിന്നെ പോളാർ മെൽറ്റിങ് ഇപ്പം പറഞ്ഞു ഇപ്പൊ എന്താണ് ഗ്ലേഷ്യർ ആയിട്ടുള്ള ഐസസ് അല്ലെങ്കിൽ ഈ മലമുകളിലൊക്കെ ഐസ് ഒക്കെ പോളാർ റീജിയനുള്ള അല്ലെങ്കിൽ അന്റാർട്ടിക്കിലെ ആർട്ടിക്കിലെ ഐസ് മെൽറ്റ് ചെയ്യുന്ന എന്താണ് ഈവൻ ആ റീജിയനിലെ ഇഷ്യൂ ആണെങ്കിൽ എന്താണ് അത് ആഗോളമായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് പോളാർ മെൽറ്റിംഗ് എന്താണ് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. പിന്നെ ഓഷ്യൻ അസിഡിഫിക്കേഷൻ അതെന്താണ് അതിൽ കരകൾക്ക് പ്രശ്നമില്ല ഓഷ്യനിൽ മാത്രം അങ്ങല്ല പക്ഷെ ഓഷ്യൻ അസിഡിഫിക്കേഷൻ പി എച്ച് ലെവലൊക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ ആസിഡിലേക്ക് പോകുന്ന ഒരു കേസൊക്കെ എന്താണ് ഗ്ലോബിലുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ ഓസോൺ പാളികൾക്ക് വിള്ളൽ വരും ഇനി അന്റാർട്ടിക്കിൽ വിള്ളൽ വീണാൽ എന്താണ് നമ്മൾ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കും. അപ്പൊ അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. സീ ലെവൽ റൈസ് ചെയ്യുന്നതാണ് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. നിങ്ങൾക്കൊരു എന്താണ് ലാസ്റ്റ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. വിച്ച് among the following are global scale phenomena? ഓക്കെ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ഫോറസ്റ്റ് ഫയർ, സീ ലെവൽ റൈസ്, എയർ പൊല്യൂഷൻ. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞു കാരണം MCQ എന്ന് പറയുന്ന അതിന് ആൻസർ എന്താ നിങ്ങളെ മുന്നിലുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിപ്പെട്ടാൽ മതി. ഓക്കെ, ഈ 4 ഓപ്ഷന് ഓപ്ഷൻ എ എന്താണ് എ. അപ്പൊ ഇതില് നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് ഒക്കെ നോക്കട്ടോ. കാരണം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത് ഒരിക്കലും വരില്ല എന്ന് തോന്നുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇതിന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓപ്ഷൻ എ അങ്ങനെ അല്ല, ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണെന്ന് നോക്കാം അല്ലേ? സോ ഓപ്ഷൻ ഡി ഓസോൺ ലെയർ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ് ഇവിടെ ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ ഫോറസ്റ്റ് ഫയർ എന്താണ് ഒരിക്കലും ഗ്ലോബലി വരൂലല്ലോ. സോ ആ കേസ് ഞാൻ പറഞ്ഞ എലിമിനേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ സിയിൽ ഓപ്ഷനൊക്കെ കട്ട് ചെയ്താൽ മതി. അപ്പൊ സി എന്താണ് എയിലും ബിയിലും സിയിലും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടിയത് ഇപ്പൊ നിങ്ങൾക്ക്. അപ്പൊ ഇത് കറക്റ്റ് ഇത് ജസ്റ്റ് ഇത് ഫസ്റ്റ് എന്താണ് അപ്പൊ പെട്ടെന്ന് അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അത്ര ടൈം നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങൾക്ക് അറിയാലോ ഓരോ ടൈം വരെ പറ്റാണെന്ന്. സോ ആ ഒരു കേസിൽ എന്താണ് ഫോറസ്റ്റ് ഫയർ ആണ് കട്ട് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ പിന്നെ ABD നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിങ്, പിന്നെ എന്താണ് ഡി സീ ലെവൽ റൈസ് അല്ലെ, എയർ പൊല്യൂഷൻ. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈവൻ ഫോറസ്റ്റ് ഫയർ നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണ് അത് ഏത് ഇതിലാണെന്ന്. പക്ഷെ ഫോറസ്റ്റ് ഫയർ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഒരു ലോക്കലി വരുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു റീജിയൻ അല്ലെ. എയർ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ലോക്കൽ ഇഷ്യൂ ആണെന്നത്. ഇത് ക്ലിയർ ആയി എന്ന് കരുതാണ്. മൂവ് ഓൺ ചെയ്യാം. സാർ ഈ പൊല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് റീജിയണൽ ആവില്ലേ? പൊല്യൂഷന് റീജിയണിലെ കേസും പറയാം. ഓക്കെ, ഗ്ലോബൽ കേസിൽ പൊല്യൂഷന്റെ വരുമോ? ഇല്ല ഗ്ലോബൽ ഒരിക്കലും എയർ പൊല്യൂഷൻ വരൂലല്ലോ. അപ്പൊ ആ ഓക്കെ ഓക്കെ. ഇവിടെ ABD ആണല്ലോ. ആ ഓക്കെ. ABD ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി എയർ പൊല്യൂഷൻ. ഓക്കെ, ഇനി ഡിഫറെന്റ് പൊല്യൂഷൻസ് നമുക്ക് നോക്കാം. എയർ പൊല്യൂഷന്റെ കേസ് നോക്കാം. അപ്പൊ എയർ പൊല്യൂഷൻ എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഇൻ വിച്ച് സർട്ടൻ സബ്സ്റ്റൻസ് ഓക്കെ ആർ പ്രസന്റ് ഇൻ കോൺസെൻട്രേഷൻ ദാറ്റ് ക്യാൻ കോസ് അൺഡിസൈറബിൾ എഫക്ട് ഓൺ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെന്റ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന എന്താണ് അതായത് അന്തരീക്ഷ മലിനീകരണം ലെയറിലുള്ള പൊല്യൂഷൻ, അതാണ് എയർ പൊല്യൂഷൻ എന്നത് അറിഞ്ഞിരിക്കാം. അതിന് എന്തൊക്കെ അവതാരം ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ്. ഓക്കെ, NOx SOx അതായത് ഡിഫറെന്റ് ഗ്യാസസ് ആവാം. ഓക്കെ, ഇതിവിടെ ഈ എക്സ് എന്നുള്ളത് NO2 3 അങ്ങനെ എന്തോ ആവട്ടെ. അതാണ് നൈട്രസോ ഓക്സൈഡ് ഏതും ആവാം. ഡയോക്സൈഡ് ട്രേസോഡ് ഒക്കെ ആവും. സൾഫറിന്റെ ഓക്സൈഡ്സ് SOx ഇപ്പൊ ഏതും ആവാം. പിന്നെ CO കാർബൺ മോണോക്സൈഡ്, പിന്നെ VOC ഡിഫറെന്റ് വോളട്ടൈൽ ആയിട്ടുള്ള ഇത്. ഓക്കെ,
എന്താ ഗ്യാസിന്റെ ഫോമിലാവാം എയർ പൊല്യൂഷൻ ഇത്രയും ഈ NO2 SO2 CO അങ്ങനത്തെ ഗ്യാസ് ആവാം. അല്ലെങ്കിൽ particulate മാറ്റർ അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള particulate മാറ്റർ പറയുന്നത് എന്താണ് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. particulate മാറ്റർ പറയുന്നത് എന്താണ്? particulate മാറ്റർ എന്ന് പറയുന്നത് എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ എയർ അല്ലെ. ഇത്ര അറിഞ്ഞാൽ മതി. അതായത് സോളിഡ് ആയിട്ടുള്ള, അതായത് സോളിഡ് രൂപത്തിലുള്ള പാർട്ടിക്കിൾസും പിന്നെ ലിക്വിഡ് ഡ്രോപ്ലെറ്റിലുള്ള എന്താണ് ഇപ്പം പറയാൻ പറ്റും വാട്ടർ വേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ particulate മാറ്റർ പറഞ്ഞ ഇത് ഫോം ചെയ്യും. ഓക്കെ, സോ അത് ഡസ്റ്റോ സ്മോക്കോ ഫ്യൂംസോ ഇതൊക്കെ ആ ഒരു കേസിലാവാം. പിന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ particulate മാറ്റർ ഞാൻ ഡിഫറെന്റ് ഇങ്ങനെ അതിന്റെ ഒരു ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ എയറോസോൾസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എയറോസോൾസ് എന്താണ്? എനി സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ ദ എയർ. സോളിഡ് ലിക്വിഡ് നമ്മൾ പറഞ്ഞ ഇത് കേസിൽ പറഞ്ഞു, അത് എയറിൽ എന്തോ എന്താണ് എയറോസോൾസ് എന്ന് പറയാം. അത് എന്തോ ആയിക്കോട്ടെ, എന്താണ് സോളിഡ് ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടായത് എയറോസോൾസ് എന്ന് പറയാം. പിന്നെ നാനോ പാർട്ടിക്കിൾസ്. ഓക്കെ, പാർട്ടിക്കിൾസ് വിത്ത് എ സൈസ് ലെസ് ദാൻ 0.2 മൈക്രോമീറ്റർ. ഓക്കെ, സോ നാനോ എന്ന് നാനോ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ നാനോ കാറൊക്കെ വന്ന ചെറിയ കാറ്. നാനോ എന്ന് പറയുമ്പോൾ ഇപ്പം ചെറിയൊരു യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കേസ് എന്താണ് ലെസ് ദാൻ 0.2 ആണ്. നാനോ ചെറിയ യൂണിറ്റ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. പിന്നെ സ്മോക്ക് എന്താണ്? ആർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഇൻകംപ്ലീറ്റ് കോമ്പിനേഷൻ വിത്ത് മിക്സ്ചർ ഓഫ് കാർബൺ വോൾട്ടേജ്. ഓക്കെ, ഒരു ഇൻകംപ്ലീറ്റ് അല്ല കോമ്പിനേഷൻ. നമ്മൾ കത്തിക്കുമ്പോൾ പുക വരുന്നത് എങ്ങനെയാണ്? മിക്സ്ചർ ഓഫ് കാർബൺ ഉണ്ടാകുമ്പോഴാണ്, കാർബൺ വോൾട്ടേജ് വരുമ്പോഴാണ് സ്മോക്ക് ഫോർം ചെയ്യുന്നത്. പിന്നെ ഫൈൻ പാർട്ടിക്കിൾ, അപ്പൊ നാനോന്റെ കേസ് 0.2 ആണെങ്കിൽ ഇവിടെ എന്താണ് 2.5 വരെ അതിന്റെ ഒരു സൈസ് വലുതാവും. മറ്റേ 0.2ന്റെ ഒരു അത്ര വരുള്ളൂ. മറ്റേ അതിന്റെ അവിടെ നിന്ന് 2.5 വരെ വരാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എന്താണ് എയർബോൺ ഡിസീസസ്. അതായത് എയർബോൺ, അതായത് എയറിലൂടെ വരുന്ന ഡിസീസ് അറിഞ്ഞിരിക്കുക. ആന്ത്രാസ്, ചിക്കൻ പോക്സ്, ഇൻഫ്ലുവൻസ, മീസിലസ്, സ്മാൾ പോക്സ്, ട്യൂബർകുലോസ് ഒക്കെ ഏതാണ് എയർബോൺ ഡിസീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ഓക്കെ, ഇതിൽ നിന്ന് ആൻസർ പറഞ്ഞു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടന്റ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ദർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ് അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ വരാത്ത അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇത്ര ഇതൊക്കെ വരുമ്പോൾ എന്താ കുറച്ച് ലോജിക് കൂടി ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇത് ലാസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടൻ? ഇപ്പൊ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തതൊക്കെ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പൊ ഓക്കെ, അവിടെ പ്രൈമറി അപ്പൊ അല്ലാത്തൊരു എയർ പൊല്യൂട്ടന് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കേസിലാണ്. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞ ഒരു എയർ പൊല്യൂട്ടൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ അപ്പൊ പ്രൈമറി അല്ലാത്തത് ഏതാണെന്ന് നോക്കൂ, അത് ആൻസർ ചെയ്യൂ. CO ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, നൈട്രസിന്റെ ഓക്സൈഡ്, പിന്നെ O3, ഓസോൺ, SO2, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതിലേതാണ് പ്രൈമറി പൊല്യൂട്ടന്റ് അല്ലാത്തത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആട്ടോ. പ്രൈമറി അത് ഏതാണ്? ഓപ്ഷൻ സി ഓസോൺ. ഓസോൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ. ഇവിടെ പറഞ്ഞു ദർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ്. നൈട്രസിന്റെ NO, ഓക്കെ, SO, CO അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇതൊന്ന് ക്ലിയർ ആയിട്ടില്ലേ? ഞാൻ സാറേ പറഞ്ഞു. ഒന്നുകൂടി പറയോ? ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ എന്താണ് ഇപ്പോ ഞാൻ പ്രൈമറി സെക്കൻഡറിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് മേജർ ആയിട്ടുള്ള എയർ പൊല്യൂഷൻസ് NO, SO, CO ഇത് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. സോ ഈ ഒരു ഇവിടെ പറഞ്ഞത് ആർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ്. ഓക്കെ, സോ അതാണ് പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റണം ആ ഒരു കേസിനാട്ടോ. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ദർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞിരുന്നു. NO, ഓക്കെ, NO2, ഇതായിക്കോട്ടെ, SO ആ ഒരു കേസ്, പിന്നെ CO, BOC. ഓക്കെ, സോ ഇത്തരം ഇതൊക്കെ എന്താണ്
ഡിഫറെന്റ് ഫോം ഓഫ് ഗ്യാസസിന്റെ അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു. സോ ഇവിടെ ഇല്ലാത്തൊരു ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്ത ഇതൊക്കെ എന്താണ്, NO, SO, CO ഇതൊക്കെ എന്താണ്, പ്രൈമറി പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, സെക്കൻഡറി. ഇപ്പൊ ഇതല്ലാത്ത ഇതൊക്കെ കാര്യങ്ങൾ എന്തായിരിക്കും, സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താണ്, വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടന്റ്. ഓക്കെ, സോ ഇവിടെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത CO, NO, SO2 ഉണ്ട്. ഇവിടുത്തെ ഇല്ലാത്ത അപ്പൊ ഏതാണ്, O3, അതാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ ഓക്കെ സാർ. ഓക്കെ, സോ ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കൂ. ലിസ്റ്റ് 1 ഡിഫറെന്റ് പർട്ടിക്കുലർ മെജർ ടൈംസ് ഉണ്ട്. ലിസ്റ്റ് 2 എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഇതിന് ആൻസർ ഒന്ന് പറയൂ കേട്ടോ. ഓപ്ഷൻ ബി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ A4. ഓക്കെ, A4 കറക്റ്റ് ആണ്. A4 കറക്റ്റ് ആണ്. B3 അല്ലേ, നാനോ പാർട്ടിക്കിൾസ് കറക്റ്റ്. C1 സോറി, C1 D2. ഓക്കെ, സോ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആട്ടോ. എല്ലാവർക്കും ഇതിനെ കിട്ടിയെന്ന് കരുതുന്നു. നേരത്തെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എയറോസോൾ പറഞ്ഞതാണ് ഇനി സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടികൾ സസ്പെൻഡ് ഇൻ എയർ ആണ്. അപ്പൊ തന്നെ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്താ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അത് B3 അല്ലേ, ഇപ്പൊ ഞാനോ പറഞ്ഞു 0.2. ഓക്കെ, ആ ഒരു കേസ് കിട്ടി. പിന്നെ സ്മോക്ക്, പിന്നെ C. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് സ്മോക്കിന്റെ ഒരു ഇത് കറക്റ്റ് കിട്ടിയത് ഇവിടെ ആൻസർ കിട്ടും. ചില ആൻസർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ. അപ്പൊ സ്മോക്ക് നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ കോമ്പിനേഷൻ എന്ന് അറിഞ്ഞാൽ തന്നെ C1 എന്നുള്ളത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർക്ക് എത്തിപ്പെടായിരുന്നു. ഈ ജസ്റ്റ് വാട്ടർ പൊല്യൂഷൻ കേസ് നോക്കല്ലേ. അപ്പൊ വാട്ടർ ഇപ്പൊ വാട്ടർ എന്താ ചെയ്യുക, കണ്ടാമിനേറ്റ് ചെയ്യുക വിത്ത് അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ദാറ്റ് മേക്ക് ഇറ്റ് അൺഫിറ്റ് ഫോർ യൂസ് ഇൻ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയില്ല. നമ്മൾ എയർ പൊല്യൂഷൻ പറഞ്ഞ പോലെ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, സോ പിന്നെ എന്താണ്, ഇപ്പൊ വാട്ടർ ബോൺ ആയിട്ടുള്ള ഡിസീസുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. കോളറ, ഡയേറിയ, ഫിലേറിയ, മലേറിയ, ടൈഫോയിഡ്, ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ്, അമീബിയാസിസ്. ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഓക്കെ, ഇപ്പൊ കോളറ, ഡയേറിയ, ഫിലേറിയ, മലേറിയ, ടൈഫോയിഡ്, ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ്, അമീബിയാസിസ് ഇതൊക്കെയാണ് വാട്ടർ ബോൺ ഡിസീസ്. ഓക്കെ, പിന്നെ സോയിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, സോയിൽ പൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ലാൻഡ് ഡീഗ്രേഡബിൾ ഡിസർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ സോയിൽ പൊല്യൂട്ട് ആയിട്ട് കെമിക്കൽസിന് ഇതിനൊക്കെ എന്താണ്, നമ്മളെന്താണ് ഇപ്പൊ കൃഷിക്ക് യോഗ്യമായ സോയിൽ ഇതൊക്കെ തന്നെ എന്താണ് ഫലഭൂഷ്ടമായ വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറയല്ലേ, അതിന്റെ ഇത് പോകുമ്പോൾ എന്തെങ്കിലും സോയിൽ പൊല്യൂട്ട് ചെയ്യേണ്ട ഒരു കേസിൽ. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചറുള്ള കെമിക്കൽസ്, പിന്നെ വേസ്റ്റ് നമ്മൾ വലിച്ചെറിയുമ്പോൾ ഇതൊക്കെ മൂലം എന്താണ് സോയിൽ പൊല്യൂട്ട് ആവുന്നുണ്ട്.
നോയിസ് പൊല്യൂഷൻ ഇതിൽ ഈ ഡെസിബൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഈ ടേബിൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. അപ്പോൾ നോയിസ് പൊല്യൂഷൻ എന്താണ്? ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ റെഗുലർ എക്സ്പോഷർ ടു എലിവേറ്റഡ് സൗണ്ട് ലെവൽസ് ദാറ്റ് മേ ലീഡ് ടു അഡ്വേഴ്സ് എഫക്റ്റ് ഇൻ ഹ്യൂമൻ ഓർ അതർ ലിവിങ്. അപ്പോൾ നോയിസ് പൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശബ്ദം. ഇപ്പോൾ നോയിസ് എങ്ങനെയാണ് ഇപ്പോൾ പൊല്യൂഷൻ? ഇപ്പോൾ മ്യൂസിക്കും നോയിസുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ മ്യൂസിക് അല്ലേ, നമുക്കത് ഒരു ചെവിക്ക് നമുക്കൊരു കറക്റ്റ് ഒരു ആസ്വാദനത്തിന് പരിധിയെത്തുമ്പോൾ മ്യൂസിക്കാണ്. പിന്നെ അതിലേറെ ഡെസിബിൾ പോകുമ്പോൾ എന്ത് ചെയ്യും? നമുക്കത് നോയിസ് ആയിട്ട് മാറണല്ലേ. നമുക്ക് ഒരു ഡെസിബലിന്റെ ലിമിറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് ഡെസിബൽ? അപ്പൊ യൂണിറ്റ് ഡെസിബൽ DB അല്ലെ, അറിഞ്ഞിരിക്കട്ടോ കേട്ടോ. അപ്പൊ WHO ഇത് കണക്ക് പ്രകാരം എന്താണ്? സൗണ്ട് ലെവൽസ് ലെസ് ദാൻ 70 dB ഡെസിബൽ ഡു നോട്ട് ഡാമേജ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, അപ്പൊ എന്താണ് 70? അപ്പൊ ആ ഒരു ലിമിറ്റ് അറിഞ്ഞിരിക്കുക. എത്ര ഡെസിബൽ വരെ ലിവിങ് ഓർഗാനിസത്തിന് പറ്റുന്നുണ്ട്? കപ്പാസിറ്റി 70 ഡെസിബൽ ആട്ടോ. ഇനി ഓരോ ഈ ഡെസിബലിന്റെ ഈ ടേബിള് പഠിച്ചു വെക്കണം ഓരോ ഏരിയയിലും. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇപ്പോൾ ഡേ ടൈം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ 6 AM to 10 PM. നൈറ്റ് ടൈമിന് വേറെ കണക്കുണ്ട്, 10 PM to 6 AM. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അനുവദീയമായിട്ടുള്ള ഡെസിബിൾ എത്രയാണ്? 75 ആണ് ഡേ ടൈമിൽ. നൈറ്റ് ആകുമ്പോൾ 70. ഇനി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് 65, 55. ഇനി നമ്മൾ റെസിഡൻഷ്യൽ, നമ്മൾ പൊതുവെ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ എത്രയാണ്? 55. ഓക്കെ, സോ 55 ഡെസിബിൾ അവിടെ അനുമതിയുള്ളൂ. ഇനി നൈറ്റ് ടൈമിലാണ് ഇപ്പോൾ 45. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ജാഥ അല്ലെങ്കിൽ എന്താണ് മൈക്ക് സെറ്റിംഗ് അങ്ങനത്തെ പ്രോഗ്രാമുകളിൽ DJ പ്രോഗ്രാം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുക്കുന്ന പരിപാടി എന്താണ്? അത് നമ്മൾ എത്ര ഡെസിബിൾ മാക്സിമം യൂസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടാണ് അതിന് പെർമിഷൻ. അപ്പൊ അതിലേറെ യൂസ് ചെയ്തതിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് കേസും ഇതൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ പെർമിഷൻ എടുക്കുന്ന സംഭവം. ഓക്കെ, ഒരു സൈലൻസ് സോൺ. ഇപ്പൊ ഈവൻ സൈലൻസ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റല്, സ്കൂൾ പോലെയൊക്കെ കൺസിഡർ സൈലൻസ് സോൺ. അവിടെ എന്താണ്? 50 ഡെസിബിൾ ആണ് ഡേ ടൈമിൽ. നൈറ്റ് ടൈമിലാണെങ്കിൽ 40. ഓക്കെ, സോ ഈ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി വേസ്റ്റ് ഉണ്ട് എന്താണ്? അതായത് ഇനി അൺവാണ്ടഡ് അല്ലെ, അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഓക്കെ, പ്രൈമറി ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മളൊരു വെള്ളം കുടിച്ചിട്ടൊരു വാട്ടർ ബോട്ടിൽ, അതെന്താണ്? അതിന് റിമൈനിങ് വന്ന എന്താണ്? നമുക്ക് വേസ്റ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്കൊരു ആമസോണിൽ ഓർഡർ വരുന്ന ഒരു ഇത് നമ്മളെന്താണ് ഒരു ബോക്സ്, പിന്നെ അത് നമുക്ക് അത് ഓർഡർ ഡെലിവറി ചെയ്ത പിന്നെ അതിന്റെ ബോക്സ് നമുക്ക് വേസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അങ്ങനെ എന്തായിട്ട് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആവാം, ലിക്വിഡ് ആവാം. ഓക്കെ, എന്താണ് പിന്നെ എന്താണ്? മെഡിക്കൽ കൊറോണ ടൈമിലൊക്കെ പറയാൻ പറ്റില്ല, നമ്മൾ മാസ്ക് ഇതൊക്കെ വരുന്നതിൽ PPE കിറ്റ് ഒക്കെ വരുന്നതാണ് മെഡിക്കൽ വേസ്റ്റ് ആവും. ഹസാർഡിയസ് പ്രശ്നമാവുന്ന ഇപ്പൊ നമ്മൾ ചില ബാറ്ററിന്റെ ഇതൊക്കെ വേസ്റ്റ് എടുക്കുന്നതാണ്. നമുക്ക് കെമിക്കൽ ഹസാർഡിയസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ ഇതിനൊക്കെ ടെക്നോളജി കാലഘട്ടത്തിൽ നിന്നാണ് ഡിഫറെന്റ് ഇലക്ട്രോണിക് വേസ്റ്റുകൾ, വേസ്റ്റുകൾ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വേസ്റ്റുകൾ ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ സോളിഡ് വേസ്റ്റ് എന്താണ്? ഇപ്പോൾ സോളിഡ് വേസ്റ്റിന്റെ കേസിൽ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഓക്കെ, അതെന്താ? അതായത് ബാറ്ററീസോ പ്ലാസ്റ്റിക്കോ ക്യാൻസോ ഒക്കെ എന്ത് ചെയ്യും? അത് എന്തൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? മൈക്രോ പ്ലാസ്റ്റിക്സ്, ഡയോക്സിന്, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ സ്പീസീസ്, ഇത്തരം കാര്യങ്ങൾ എന്താണ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യന് വന്നത് അതാണ്. ഓക്കെ, ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് സച്ച് ആസ് ക്യാൻ ബാറ്ററി ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇതിൽ ഏത് കറക്റ്റ് ആൻസർ? മൈക്രോ പ്ലാസ്റ്റിക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്? ഡയോക്സിന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ. ഓക്കെ, സോ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ACD. ഓക്കെ, ഈ ക്ലോറോഫ്ലൂറോ കാർബൺ എന്താണ്? നമ്മൾ നേരത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ റെഫ്രിജറേറ്റർ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? അപ്പോൾ പ്ലാസ്റ്റിക് സ്വാഭാവികമായിട്ട് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ ഏഴ് ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഏഴാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇതിൽ രണ്ടിൽ ഏതാന്നുള്ളത് ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പൊ എന്താ? ഈവൻ നിങ്ങൾക്ക് ആൻസറിലേക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ ആൻസർക്ക് എത്താന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് ആൻസർ ഇത്രയും ഇതിനൊക്കെ ആൻസർ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തായാലും എന്താണ്? സോളിഡ് വേസ്റ്റ്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാവും. ആ ഒരു കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സിയും ഡിയും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. CD എലിമിനേറ്റ് ചെയ്തു. പിന്നെ എയോ ബി എന്നുള്ളൊരു ഡൗട്ട് ഉള്ളൂ. ആ ഒരു കേസിൽ എന്താണ്? ഇനി അടുത്തത് ഏതാണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്താണ്? നമുക്കറിയാം CFC എന്താണ്?
നമ്മൾക്ക് അറിയാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബേണിങ്ങുമായി ബന്ധപ്പെട്ട കേസ് അല്ല. ഇത് വരുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഇത് വരുന്നത് റെഫ്രിജറേറ്റർ എന്നൊക്കെയാണ് CFC അല്ലെങ്കിൽ AC എന്നൊക്കെയാണ് CFC വരുന്നത്. സോ ആ ഒരു കേസ് കൂടി അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു ബി വരുന്ന ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഓപ്ഷൻ കിട്ടുക ACD, അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഇത്തരം ഡിഫറെന്റ് ഇതെന്താണ് പൊല്യൂട്ടൻസ് എങ്ങനെയാണ് ഹ്യൂമൻ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യാം. ഓക്കെ, ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത് എങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം റെസ്പിറേറ്ററി ഡിസീസസുകൾ ഉണ്ടാവും അല്ലെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഡിസീസുകൾ ഉണ്ടാവാം. പിന്നെ എന്താണ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് അല്ലെ, കാർഡിയോ വാസ്കുലർ അത്തരം ഡിസീസസുകൾ ഉണ്ടാവാം നമ്മളെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ. പിന്നെ ഫാറ്റിക്, ഹെഡേക്ക്, ആൻഷ്യറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം, തലചുറ്റലും പിന്നെ ആൻഷ്യറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ പൊല്യൂട്ടൻസ് കാരണം. ഐസ്, നോസ്, ത്രോട്ടൊക്കെ ഇത് ചെയ്യാം. പിന്നെ ഈവൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് വരെ എന്താണ് പൊല്യൂട്ടൻസ് കാരണം ഇഷ്യൂസ് വരാം, ലിവർ ഇഷ്യൂസ് വരാം, അങ്ങനെ ഡിഫറെന്റ് നെർവസ് സിസ്റ്റത്തിന് ഇഷ്യൂസ് വരാം. ഓക്കെ, ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻസിന്റെ ഒരു ഇഷ്യൂസ് ആണ് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഡിഫറെന്റ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസ് കാരണം എന്താണ് നമുക്ക് ജനറ്റിക് മ്യൂട്ടേഷൻ, നമ്മളെ ജീനിന് വരെ മ്യൂട്ടേഷൻ വരാം റേഡിയോ ആക്റ്റീവ് കാരണം. പിന്നെ ക്യാൻസർ. ഓക്കെ, നമുക്ക് അറിയാം ഇപ്പൊ ഈ കൂടങ്ങളത്തൊക്കെ എന്താണ് ആണനിലയം വരുമ്പോൾ അതിനൊക്കെ പ്രൊട്ടസ്റ്റ് വരാൻ കാരണം എന്താണ് ഇത്തരം കാരണങ്ങളാണ്. പിന്നെ സെൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. ലൈറ്റ് പൊല്യൂഷൻ നമുക്ക് അറിയാൻ പറ്റും, ഓവറായിട്ട് ഇപ്പോൾ ലൈറ്റ് ഒക്കെ വരുന്ന കേസിൽ എന്താണ് ഹെഡ് ഏക്ക്, ഫാറ്റിക്, സ്ട്രെസ്, ആൻസിറ്റി, സ്ലീപ്പിംഗ് ഡിസോർഡർ ഒക്കെ എന്താണ് വരാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സോഷ്യോ എക്കണോമിക് പൊളി അങ്ങനെ ഒരു ഡയമെൻഷൻ പറയുന്നുണ്ട്. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് കാലാവസ്ഥ വ്യതിയാനം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സോഷ്യൽ ഡയമെൻഷൻ ആയിട്ട് നോക്കാം. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചുമായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് ഒരു സോഷ്യലി ആയിട്ടുള്ള അതിന്റെ ഇത് നോക്കാം. എങ്ങനെയാണ് ഇക്വിറ്റി, സോഷ്യൽ ഇൻക്ലൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ അതുമായി എങ്ങനെ ഹെൽത്തിനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എക്കണോമിക്കൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ ഡിഫറെന്റ്. അപ്പൊ ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് അത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് എന്താണ് നിങ്ങൾ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് നോക്കാം. പിന്നെ എന്താണ് നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്. ഓക്കെ, സോ നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, സോ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലനിഷ് ചെയ്യാൻ പെട്ടെന്ന്. ഇപ്പോൾ ഒരു മാജിക് ഒരു ബോട്ടിൽ, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു മാജിക് വാട്ടർ ബോട്ടിൽ കരുതുള്ളൂ, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജഗ് അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെ. സോ ആ ഒരു കേസാണ് റിന്യൂവബിൾ റിസോഴ്സ്. പെട്ടെന്ന് എന്താ തീരില്ല, അത്ര നമുക്ക് അത്ര അൺലിമിറ്റഡ് നമുക്ക് ഇതുണ്ട്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് അങ്ങനെ റീപ്ലനിഷ് ചെയ്ത് വരൂല, അത് തീർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് റിന്യൂവബിളിന് സോളാർ. നമുക്കറിയാം സൗരോർജ്ജം അല്ലെ, സോളാർ എന്നുള്ള എനർജി, സൂര്യൻ എന്നുള്ള എനർജി എന്താണ് റിന്യൂവബിൾ ആണ്. അത് നമുക്ക് തീരാൻ പോകുന്നില്ല ഈ അടുത്ത്, ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ പറയാം, പക്ഷെ നിലവിൽ എന്താണ് ഒരു തീരുന്ന ഒരു കേസ് വരുന്നില്ല. പിന്നെ വിൻഡ് നമുക്കറിയാൻ പറ്റും, കാറ്റിന് എത്രയും നമുക്ക് ഉൽപ്പാദിക്കല് വിൻഡ് എനർജി അല്ലെ. പിന്നെ ഹൈഡ്രോ ആയിട്ടുള്ള വെള്ളം, ഇപ്പൊ നമുക്ക് ഹൈഡ്രോ വാട്ടറുമായി ബന്ധപ്പെട്ട സൈക്കിൾ എന്തായിട്ടും നമുക്കത് റിന്യൂ ആവാം. പിന്നെ ബയോമാസ്, പ്ലാന്റ്സ് ഒന്നും അനിമൽസ് എന്നുള്ള ബയോമാസ് എന്താണ് റിന്യൂവബിൾ ആണ്. ഓക്കെ, ഇതിനുള്ള പിന്നെ ബയോമാസ് ആയിട്ടുള്ള പിന്നെ വേസ്റ്റ് എന്നുള്ളത് സംഭവം കാരണം എന്താണ് അത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യം നിന്ന് ഉണ്ടാക്കിയെടുക്കും. പിന്നെ ജിയോ തെർമൽ, ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്ന ജിയോ തെർമൽ ആയിട്ടുള്ള പവർ എന്താണ് റിന്യൂവബിൾ ആണ്. ഇനി നോൺ റിന്യൂവബിൾ ആയതൊക്കെയാണ് സോയിൽ. ഇപ്പൊ നമുക്ക് മണ്ണിന്റെ കേസ് അറിയാം, ഇപ്പൊ അതിന്റെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ലാൻഡ് ഡീഗ്രേഡേഷനിലെ അല്ലെങ്കിൽ എന്താണ് ഡിഫോറസ്റ്റേഷനെ കാരണം ഡിസർട്ടിഫിക്കേഷൻ ഒക്കെ മൂലം എന്താണ് സോയിലിന്റെ വളക്കൂറ് പോവാം. സോയില് അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നോൺ റിന്യൂവബിൾ ആണ്. പിന്നെ ന്യൂക്ലിയർ എനർജി എന്താണ് അത് നോൺ റിന്യൂവബിൾ ആണ്. പിന്നെ നമുക്കറിയാം ഫോറസ്റ്റ് ഒക്കെ എന്താണ് നമ്മൾ ഡിഫോറസ്റ്റേഷൻ ചെയ്താൽ പിന്നെ എന്താണ് അത് തീർന്നു പോയി. പിന്നെ ഡിഫറെന്റ് ഫോസിൽ ഫോയിൽസ്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഫോസിൽ ഫോയിൽസ് ഫോം ചെയ്യുന്നത് ഇപ്പൊ എന്താണ് ഇപ്പൊ കോള്, പെട്രോളിയം, ഡീസൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസലൊക്കെ എന്താണ് അത് തീരാൻ നമ്മൾ ഈ ഇലക്ട്രിലേക്ക് മാറുന്ന പറയാൻ കാരണം എന്താണ് സോ ഈ ഫോസിൽ ഫോയിൽസ് ഒക്കെ എന്താണ് അത് തീരാൻ പോവുകയാണ്. ഓക്കെ, സോ ആ ഒരു കേസിൽ അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാല് ആ ഒരു കേസ് എന്താണ് നമ്മൾ ഫ്യൂച്ചറിന് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ ജനറേഷനെ നമ്മളെ നീഡ് മാക്സിമൈസ് ചെയ്യുന്നത് കൂടെ എന്താണ് ഫ്യൂച്ചറിനെ പരിഗണിക്കണം.
പക്ഷെ നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ യൂസ് കുറച്ചാൽ മാത്രമേ ഫ്യൂച്ചർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് തീരാൻ പോവുകയാണ്. ഓക്കെ, കാരണം അത് കാലങ്ങളായിട്ട് എക്സിസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ എന്താണ് ഇലക്ട്രിക്. പക്ഷേ ഇലക്ട്രിക് കാറിന്റെ കേസൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിക് കാറിന് ഈ കോമഡി പറയാണ്. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ഓക്കെ, കേരളത്തിലൊക്കെ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിന് മൂലമാണ് പവർ ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാർ ഓക്കെ. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മേജറായിട്ട് കോള് കത്തിച്ചിട്ടാണ്, കൽക്കരി കത്തിച്ചിട്ടാണ് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ അങ്ങനെ കൽക്കരി കത്തിച്ചിട്ട് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്ത് അവിടെ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തിട്ട് അത് ഗ്രീൻ ഹെൽത്ത് അല്ലെങ്കിൽ ഗ്രീൻ ആണെന്ന് ഗോ ഗ്രീൻ ആണ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. അത് ആ കേസ് എന്താണ് പൂർണ്ണമായിട്ട് എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ എന്താണ് ആശ്രയിക്കണം. ഓക്കെ, ഇലക്ട്രിക് എനർജി ഈവൻ എന്താണ് നമുക്ക് കൽക്കരി കത്തിച്ചു കൂടി നമുക്ക് പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കേസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ള ടോപ്പിക് വരുന്നത് നാച്ചുറൽ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ. സോ ഇവിടെ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഒരു കേസിൽ എന്താണ് ഇപ്പൊ ഡിസാസ്റ്റർ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് വയനാടില് ഇവിടെയൊക്കെ എന്നുള്ള കേസ് എന്താണ് വയനാടില് അല്ലെ, അല്ലെങ്കിൽ വയനാട് ചുരൽമല ഒക്കെ ഉണ്ടായ കേസിൽ എന്താണ് ഒരു വലിയൊരു ദുരന്തം ഉണ്ടായില്ല. ആ ഒരു കേസിൽ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടാവുന്നു, അപ്പൊ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഹ്യൂമൻ ഡിസാസ്റ്റർ അല്ലെ, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട്. അപ്പൊ ഇങ്ങനെ ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടുന്ന് പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇതിപ്പോ ഡിസാസ്റ്റർ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ വയനാട് കേസിലൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ജനറൽ ഇതായിട്ട് പിന്നെ NDRF എന്ന് അറിഞ്ഞിരിക്കട്ടെ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDRF വരുന്നുണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ വയനാട് ടൈമിലൊക്കെ ഡിസാസ്റ്റർ പോയപ്പോൾ എന്താണ് ഇങ്ങനെ ഇത്ര ഇത് വരുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഒരു അർദ്ധ സൈനിക വിഭാഗം എന്ന് പറയാം. ഇപ്പോൾ എന്താണ് ഏകദേശം ഒരു ആർമി അല്ലെ അതുപോലത്തെ ഒരു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റിലും ഉണ്ടാവും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടാവും. പിന്നെ ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, NIDM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് അറിഞ്ഞിരിക്കുക. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടില്ല, പക്ഷെ എന്താണ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡിസാസ്റ്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പിന്നെ ഇത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ നാഷണൽ ഇപ്പോൾ ഈ PMRF ഇതൊക്കെ ഇത് ബന്ധപ്പെടാറുണ്ടാവില്ലേ ഇത്ര ഫണ്ടൊക്കെ വരുന്നത്. പിന്നെ എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് കണ്ട് അതിന് ശേഷമാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. 2005 എന്താണ് ഒരു ആക്ട് വന്നിട്ടുണ്ട്, 2005 കേട്ടോ, 2005 NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അതിന് ശേഷമാണ് ഇന്ത്യയിൽ എന്താണ് ഡിസാസ്റ്ററിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത്. ഓക്കെ, സോ ഇതിൽ ഹ്യൂമൻ ഡിസാസ്റ്റർ അതായത് മാനുഷികമായിട്ട് അതൊന്നും ആലോചിച്ചാൽ അത്ര ഇപ്പൊ എന്താണ് എൻവയോൺമെന്റലായിട്ട് വരാം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലേ, അത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാം. ഡിഫോറസ്റ്റേഷൻ, നമ്മൾ മരങ്ങൾ കട്ട് ചെയ്യുന്നത്, അൺകൺട്രോൾഡ് ടൗൺ അങ്ങനെ വരുന്ന ഡ്രൈയിങ് ലേക്സ്, അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇതൊക്കെ ഓയിൽ സ്പിൽസ് ഇതൊക്കെ എന്താണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. ഇനി നാച്ചുറൽ ആയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ബയോളജിക്കല്, ജിയോ ഫിസിക്കല്, ഹൈഡ്രോളജിക്കല്, മെട്രോളജിക്കല്, ക്ലൈമറ്റോളജിക്കല്. ഓക്കെ, സോ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് മെട്രോളജിക്കൽ അങ്ങനെ അത് ഡിഫറെന്റ് കേസ് ഉണ്ട്. അപ്പോൾ എന്താ ഡിസാസ്റ്ററിന്റെ ഇവിടെ അങ്ങനത്ര വരാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, SDRF, NIDM നാഷണൽ, പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കട്ടോ. സാർ ആ NIDM അത് വന്നതിന് ശേഷമാണ് അതൊക്കെ വന്നേ ഈ നാച്ചുറൽ അത് സാർ പറഞ്ഞത്. ഫസ്റ്റ് NDMA ആണ് വന്നത്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 വന്നതിന്റെ ശേഷമാണ് ഇതൊക്കെ ഫോം വന്നത്. ഓക്കെ, അതായത് ഇതിന് ഒരു ആക്ട് വന്നതിന്റെ ശേഷമാണ് ഇന്ത്യയിൽ ഡിസാസ്റ്ററിന് ഇത്ര ഇമ്പോർട്ടൻസ് വരല് തുടങ്ങിയത്. ഓക്കെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ക്ലിയർ ആയോ? അത് വന്നതിന് ശേഷമാണ് ഇതിന്റെ ഇതെല്ലാം വന്നത് അല്ലേ, യെസ്, NDRFും SDRFും. NIDM ഒക്കെ ഫോം ചെയ്തത്. ഓക്കെ, ഓക്കെ.
NIDM ഇപ്പോൾ ഇതിന് ഭാഗമായിട്ട് എന്ത് ചെയ്തു, NIDM ആ വർഷം തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2005 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതാണ് ഇതിനുള്ള ഇന്ത്യയിലെ അപ്പെക്സ് ബോഡി ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പെക്സ് ബോഡി NIDM ആ? ആ, NIDM ആണ്. അപ്പൊ അതിന്റെ NDRF പറയുന്ന ഒരു മറ്റേതോ? ഫോംസ് ആണ്. അപ്പൊ മുന്നുള്ളതോ? NDMA? ഓ, അത് ആക്ട് ആണ്, അത് ബോഡി അല്ല. ആക്ടില് വന്നതാണിത്. ആ, ആക്ടിൽ വന്ന ബോഡിയാണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ഇത് പ്രത്യേക സിലബസിൽ തന്നെ പറയുന്നുണ്ട്. EPA. ഓക്കെ, EPA 1986, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? It was enacted to implement the decisions that were made at the UN Conference on Human Environment held in Stockholm in June 1972. ഓക്കെ, ജൂൺ 1972 എന്താണ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് നടന്നിട്ടുണ്ട്. ജൂൺ 19. അപ്പോൾ ഈ ഒരു ഇത് നോട്ട് ചെയ്യട്ടോ. അതായത് നമ്മൾ ഡിഫറൻറ്റ് ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് നോട്ട് ചെയ്യാം. ഹ്യൂമൻ എൻവയോൺമെന്റ് എന്താണ് UN നാഷണൽ കോൺഫറൻസ് ഓൺ UNC, അതായത് UN നാഷണൽ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 വർഷം എന്തായാലും പഠിക്കുക. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്താണ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഫോം ആയത്. ഇതാണ് ക്രിയേഷൻ ഓഫ് അതോറിറ്റി. ഇതിന് എന്താണ് ഗവൺമെന്റ് ക്രിയേഷൻ ഓഫ് അതോറിറ്റി ഫോർ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് റെഗുലേറ്ററി ഏജൻസി അണ്ടർ ദ എക്സിസ്റ്റിംഗ് ലോ. ഓക്കെ, അതായത് ഇതിന് മുന്നേ വേരിയസ് ഏജൻസീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. 7 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. The main task is to enact general laws for environmental protection which would be unfolded in areas of several environmental hazard. Okay, അതായത് ജനറൽ ആയിട്ടുള്ള ലോസ് കൊണ്ടുവരാൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട്. എന്താണ് പ്രൊവൈഡിങ് ഡിറ്ററന്റ് പണിഷ്മെന്റ് ടു ദോസ് ഹു. ഓക്കെ, അതായത് എൻഡേഞ്ചറിങ് ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടോ, അതായത് വംശനാശം ഭീഷണി വരുന്ന ഹ്യൂമൻ്റെ ആ ഒരു കേസിലൊക്കെ എന്താ ചെയ്യുക, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം. ഇതിനൊരു മെയിൻ ഗോളായിട്ട് പറയുന്നത് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ സസ്റ്റൈൻ ഫ്യൂച്ചറിന് കൺസിഡർ ചെയ്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പ്രസന്റ് ജനറേഷനിൽ. ഓക്കെ, അതാണ് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ആണ് ഇതിനൊരു മേജർ ആയിട്ടുള്ള ഗോളായിട്ട് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടതാണ് അച്ചീവിംഗ് ദ ഒബ്ജക്ട്സ് ആൻഡ് പർപ്പസ് ഓഫ് ദ ആക്ട് ആസ് വെൽ ആസ് പ്രൊട്ടക്ഷൻ ലൈഫ് ഓഫ് അണ്ടർ ആർട്ടിക്കിള് 121 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ EPAയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പിന്നെ യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 സ്റ്റോക്ക്ഹോമിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ഫോം ചെയ്തുള്ളത് കൂടി എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, NAPCC. ഓക്കെ, NAPCC 2008 ഫോം ചെയ്ത. ഓക്കെ, ഇതിൽ എത്രയാണ്, ഒരു 8 മിഷൻസ് ഉണ്ട്. ഓക്കെ, നാഷണൽ ആക്ഷൻ പ്ലാൻ NAPCC ഫുൾ ഫോം അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. NAPCC നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഫോം ചെയ്തത് എന്നാണ് 2008 അന്നത്തെ പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൽ 8 മിഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നാഷണൽ സോളാർ മിഷന്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ, ഗ്രീൻ ഇന്ത്യ, എനർജി എഫിഷ്യൻസി, മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം, സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ 8 മിഷൻ. അപ്പൊ NAPCCന്റെ കീഴിൽ 8 മിഷൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ 8 മിഷൻ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം എന്താണ്, ഇതിന് ഫുൾ ഫോം ആയിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാം ഏതാണ്, മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം, അതാ തോന്നുന്നു ഫുൾ ഫോം ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്തായിട്ടും വേറെയുള്ള മിക്സ് ചെയ്ത് ചോദിക്കാം. വേറെ മിഷൻസ് കൂട്ടിയിട്ട് ഇതിൽ എന്താണ് NAPCC മിഷൻസ് മാത്രം എടുത്ത് എഴുതാം. ഇതിലേതാണ് NAPCC മിഷൻസ് എടുത്ത് ആ ഒരു കേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ സോളാർ മിഷന്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഗ്രീൻ ഇന്ത്യ, എനർജി എഫിഷ്യൻസി, മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്, നാഷണൽ വാട്ടർ മിഷന്, മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹിമാലയൻ എക്കോസിസ്റ്റം, സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഇങ്ങനെ 8 മിഷൻസ് ഉണ്ട് കേട്ടോ. സോ ഇത് NAPCC ക്ലിയർ ആയില്ലേ?
ഇതുവരെ പറഞ്ഞ ഡൗട്ട് തോന്നുന്നില്ലല്ലോ? ഇല്ല സർ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് എഫർട്ട് ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യാൻ. അതിൽ ഡിഫറെന്റ് മോൺട്രിയൽ, ക്യോട്ടോ, പിന്നെ എന്താണ് പാരീസ് അഗ്രിമെന്റ്, അങ്ങനെ കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഫുഡ് ചെയിൻ, ഫുഡ് വെബ് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൂടി ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ടോ കേട്ടോ. കാരണം അതിൽ ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് കാണണം, പക്ഷെ സിലബസ് പ്രത്യേകം എടുത്ത് പറഞ്ഞതായിട്ട് കാണും, പക്ഷെ അത് എൻവയോൺമെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് കൂടി അപ്പം എന്താണ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്റർനാഷണൽ അഗ്രിമെന്റ് എഫേർട്ട്, ഓക്കെ. ഈ ഒരു ടോപ്പിക് എന്താ ചെയ്യുക? അപ്പോൾ ടൈം എത്രയായി? 9:16 അല്ലേ? കറക്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 9:20 കേട്ടോ. ഞാൻ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ഒരു 9:20 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. കറക്റ്റ് ഒരു 4-5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വരും കേട്ടോ. ലെഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ സ്കാൻ ചെയ്താൽ മതി. 9:20 കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാട്ടോ. അങ്ങനെ 10 മണിയാകുമ്പോൾ നമുക്ക് തീർക്കണമല്ലോ അധികം. കണ്ടിന്യൂ ചെയ്യില്ല നമ്മള്. ആ സാർ. ഓക്കെ. സോ ഇന്റർനാഷണൽ അഗ്രിമെന്റ് എഫേർട്ട്, ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഫസ്റ്റ് എഴുതുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ ഇതിന് മുന്നേ എന്താണ്? UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 ഇൻട്രൊഡ്യൂസ് ചെയ്ത കേസ് പറഞ്ഞിരുന്നു. അതിന്റെ ശേഷം ഒരു 15 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് 1987 വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലെന്താണ്? ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ ദ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ മെയിൻ ഇത് സംഭവം എന്താണ്? നമ്മൾ ഓസോണിന്റെ കേസ്, ഓസോൺ ലെയറിന്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പൊ അതിലെന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, ഇത് എന്താണ്? വിയന്ന കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓസോൺ. ഇപ്പൊ ഇത് മോൺട്രിയൽ പറഞ്ഞ കാനഡയിലെ മോൺട്രിയൽ പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ വന്നിട്ടുള്ളത്. മോൺട്രിയൽ പ്രോട്ടോകോൾ കാനഡയിലെ മോൺട്രിയലിലാണ്. അന്ന് എന്താണ് 197 പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർനാഷണൽ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്, അതിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സബ്സ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇത് അഗ്രി ചെയ്തിട്ടുള്ളത് 1987 പക്ഷെ ഇത് കെയിം ടു ഫോഴ്സ് എന്നാണ് ആഫ്റ്റർ ഒരു കറക്റ്റ് ഡേറ്റ് പഠിക്കണം, പക്ഷെ വർഷം പഠിച്ചു വെക്കുക. 2 വർഷങ്ങൾക്ക് ശേഷം 1989 എന്ത് ചെയ്തിട്ടുള്ളത്? കെയിം ടു ഫോഴ്സ്. സോ ഫസ്റ്റ് പ്രോട്ടോകോൾ ആയിട്ട് പഠിക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോകോള് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുമായി അല്ലെങ്കിൽ ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ആണ്. 1987 ഫോം ചെയ്ത് 197 പാർട്ടീസ് ഇത് ചെയ്തിരുന്നു, സൈൻ ചെയ്തിരുന്നു. 1987 അപ്പൊ ഇതിന് ഇയർ ആയിട്ട് പഠിക്കുന്നത് 1987 ആണ്. ഓക്കെ, പക്ഷെ എന്താണ്? കെയിം ടു ഫോഴ്സ് 1989 ഓക്കെ, ഈ സെക്കൻഡ് പ്രോട്ടോകോൾ നോക്കാം. ഓക്കെ, സോ മോൺട്രിയൽ പ്രോട്ടോകോളിന് ശേഷം വന്നത് എന്താണ്? റിയോ സമ്മിറ്റ് ആണ്. ഓക്കെ, 1992. ഓക്കെ, സോ UN കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 വന്നു. പിന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987. ആഫ്റ്റർ 5 ഇയേഴ്സ് റിയോ സമ്മിറ്റ് അല്ലെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എന്താണ്? റിയോ സമ്മിറ്റ് വന്നു 1992. ഓക്കെ, സോ ഈ ഒരു 1992 റിയോ സമ്മിറ്റ്, ഇതെന്ന് എർത്ത് സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു സമ്മിറ്റിന്റെ ഭാഗമായിട്ട് എന്താണ്? 3 കൺവെൻഷൻസ് എന്താണ് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, UNFCCC അല്ലെ, CBD. അപ്പൊ ഈ UNFCCന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആ കൺവെൻഷനിലൊക്കെ കോൺഫറൻസ് ഒക്കെ ആക്കിയിട്ടൊക്കെ ഓപ്ഷൻ വരും, അപ്പൊ അറിഞ്ഞിരിക്കുക. ഓക്കെ, UNFCCC അതെന്താണ്? ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ എന്താണ്? UNCCD, UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസേർട്ടിഫിക്കേഷൻ, UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസേർട്ടിഫിക്കേഷൻ. ഓക്കെ, സോ അതെന്താണ്? ഡിസർട്ടിഫിക്കേഷൻ. അതായത് ഞാൻ പറഞ്ഞു, ഇതാണ് ഇത് മരുഭൂമി ഫോം ചെയ്യൽ, ഡിസേർട്ട് ഫോം ചെയ്ത് ഡിസർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി. സോ റിയോ സമ്മിറ്റ് 1992ന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എന്താണ് 3 ഒരു കൺവെൻഷൻസ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി, CBD. സെക്കൻഡ് വൺ UNFCCC, യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ എന്താണ്? UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ്? കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്താണ്? അതിലൊരു കേസ് എന്താണ്? ഒരു ജസ്റ്റ് സിലബസിൽ കൂടി പറഞ്ഞിട്ടുണ്ടാകുന്നതാണ്. ഒന്നും കൂടി നോക്കാം. സോ എന്താണ്? കൺവെൻഷൻ ഓൺ റിയോ സമ്മിറ്റിന്റെ കേസിലാണ് ഇത് CBD വന്നത്. ഓക്കെ, സോ റിയോ സമ്മിറ്റുമായി ബന്ധപ്പെട്ട ഇതാണ്. ഇത് മോൺട്രിയൽ കാനഡ മുന്നേ പറഞ്ഞതാണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ ടൈമിലല്ലേ. സോ ഇതിന്റെ CBDന്റെ സെക്രട്ടേറിയറ്റ് വരുന്നത് കാനഡയിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താണ്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ COP1 അങ്ങനെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പൊ ഇതിന്റെ ഗവേണിംഗ് ബോഡിയാണ് CBDയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ ഗവേണിംഗ് ബോഡി. ഇത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ള ഇതാണ് ഇതിന്റെ ഗവേണിംഗ് ബോഡി ആയിട്ട് വരുന്നത്. ഓക്കെ, സോറി.
ഇനി ഇത് ലേറ്റസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് സോൾവ് ചെയ്ത് നോക്കൂ. ദ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വാസ് ഫസ്റ്റ് ഓപ്പൺഡ് ഫോർ സിഗ്നേച്ചർ ഡ്യൂറിങ്. ഇതിന് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കൂ, ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് ലേറ്റസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ കൺവെൻഷൻ ഓഫ് CBD എന്താണ് ഫസ്റ്റ് എന്നാണ് കറക്റ്റിംഗ് തന്നെ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു മുന്നേ തന്നെ. എന്താണ് ഇതിന് ആൻസർ ഏതാണ്? കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് സ്റ്റോക്ക്ഹോം അല്ലേ? അതാണോ 1972 ഈ എർത്ത് സമ്മിറ്റ് ഞാൻ പറഞ്ഞു. റിയോ സമ്മിറ്റിന് വേറൊരു പേര് കൂടി ഉണ്ട്, എർത്ത് സമ്മിറ്റ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എർത്ത് സമ്മിറ്റ്. ഓക്കെ, റിയോ സമ്മിറ്റിന്റെ വേറൊരു പേരാണ് എർത്ത് സമ്മിറ്റ്, ഡൗട്ട് ആവരുത് കേട്ടോ. റിയോ സമ്മിറ്റ് ഈസ് ആൾസോ നോൺ ആസ് എർത്ത് സമ്മിറ്റ്. സാറേ വേറെ ഏതെങ്കിലും സബ്മിറ്റിന് വേറെ ഏതെങ്കിലും പേരുണ്ടോ? വേറെ അങ്ങനെ വരുന്നത് ഒരു നോക്കട്ടെ, ഒരു മിനിറ്റ്, ഒരു കൺഫേം ചെയ്യണം. ചിലപ്പോ ഇനി അതായിരിക്കും ചോദിക്കുക, അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ടാവില്ല വിചാരിച്ചിരിക്കും. ആ ശരിയാണ്. വേറെ ഉള്ളത് എന്താണ് ഈ റിയോ സമ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇതിനെന്താണ് അജണ്ട 21 കൂടി പറയാറുണ്ട് കേട്ടോ. അജണ്ട 21 ഏതാണ് റിയോ സബ്മിറ്റാ? റിയോ സമ്മിറ്റ് തന്നെയാണ്. അജണ്ട 21, അതിൽ 21 എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്ന ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 21 എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഏതാണ്? 21th സെഞ്ചുറി എന്നുള്ളതാണ്. അതായത് 21. ഇപ്പൊ നമ്മള് ആ ടൈം 20th സെഞ്ചുറി ആണ്, 21 സെഞ്ചുറി, അതായത് 21ാം നൂറ്റാണ്ട്. ഇപ്പൊ നമ്മൾ 21 സെഞ്ചുറി ആണല്ലോ, 2001 മുതൽ ഇങ്ങോട്ട് 21 സെഞ്ചുറി ആണ്. അപ്പോൾ ആദ്യത്തെ 21 ഡിനോട്ട് ചെയ്യുന്നത് 21 സെഞ്ചുറി ആണ്. ഓക്കെ, സോ ഈ റിയോ സമ്മിറ്റിന് എർത്ത് സമ്മിറ്റ് അതുപോലെ അജണ്ട 21 എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോ എന്താണ്, അപ്പോൾ ഫസ്റ്റ് 72 യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ്, പിന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987, പിന്നെ റിയോ സമ്മിറ്റ് 1992. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെ, ക്യോട്ടോ പ്രോട്ടോകോൾ ആഫ്റ്റർ 5 more years അല്ലെ, 87, 92, 97. ആ ക്രോണോളജി കറക്റ്റ് പഠിക്കട്ടെ. ആഫ്റ്റർ 5 more years എന്നാണ് ജപ്പാനിലെ ക്യോട്ടോയില് എന്താണ് ഒരു പ്രോട്ടോകോൾ വന്നിട്ടുണ്ട്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലേ. അപ്പൊ 192 കൺട്രീസ് ആണ് ഇത് വേറെ മെജോറിറ്റി കൺട്രീസ്. പിന്നെ US ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്യാതെ കാനഡ ഇന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പ്രകാരം എന്താണ് ഗ്ലോബൽ വാർമിങ്ങിന് എന്താണ് കാരണമാകുന്ന കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ വിഡ്രോ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കാൻ കാരണം എന്താണ്, അവരെന്താണ് കൂടുതൽ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യം വരും. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫണ്ടിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് കൊണ്ട് എന്താണ് അവർ അവരെന്താണ് വിഡ്രോ ചെയ്യേണ്ട കേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിന് തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ ഒരു ഇതിലാണ്. സോ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടി വന്നിട്ടുണ്ടാവും എന്തായിരിക്കും, ഗവേണിംഗ് ബോർഡിന്റെ കേസ് ഇവിടെ പറഞ്ഞിരുന്നു. സോ ഇപ്പൊ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടി 95 വന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 96 ഒരു അടുത്ത് വന്നു. 97 തേർഡ് കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഏത് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. സോ നമ്മള് മോൺട്രിയൽ പ്രോട്ടോകോളില് എന്താണ് ഓസോൺ ഡിപ്പ് അല്ലെങ്കിൽ ഓസോൺ ലെയർ ആണെങ്കിൽ ഇവിടെ എന്താണ് ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറക്കുക. അപ്പോൾ അത് കറക്റ്റ് ക്ലിയർ ആണ് കേട്ടോ. അത് ലാസ്റ്റ് എക്സാമിന് വരെ വന്നിട്ടുണ്ട്. അതോടെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോള് ഓസോൺ ഡിപ്ലീറ്റ് അല്ലെങ്കിൽ ഓസോൺ ലെയർ ആണെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്, പിന്നെ അടുത്തതായിട്ട് ഇതിനിടയിലും ഡിഫറെന്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. പക്ഷെ അടുത്തതായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പാരീസ്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് പാരീസ് എഗ്രിമെന്റ് കേട്ടോ. 2015 പാരീസ് എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പാരീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എന്താണ് ഫ്രഞ്ചിൽ എന്താണ് അക്കോർഡ് ഡെ പാരീസ് എന്ന് അറിയാം. എന്താണ് എഗ്രിമെന്റ് വിത്തിൻ UN ഇതിലാണ്. ഇപ്പൊ നമ്മുടെ UNFCCC യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷനും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഇതിന്റെ അഗ്രിമെന്റിന്റെ കേസിലാണ് ഇത് വന്നിട്ടുള്ളത്, പാരീസ് അഗ്രിമെന്റ്. ഇത് ഫ്രാൻസിലെ പാരീസിലെ ആയത് ഫോം ചെയ്തുകൊണ്ട് പാരീസ് അഗ്രിമെന്റ് വന്നത്. ഓക്കെ, സോ ഇതിലെന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷനും
മിറ്റിഗേഷൻ ആണ്. അപ്പോൾ അഡാപ്റ്റേഷന് ഫൈനാൻസും ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ ഒരു പറയുന്നത്. അതിൻ്റെ മിറ്റിഗേഷൻ അഡാപ്റ്റേഷൻ ഒക്കെ ബന്ധപ്പെട്ടാണ് പാരീസ് അഗ്രിമെന്റും പറയുന്നത്. ഓക്കെ. സോ പാരീസ് അഗ്രിമെന്റിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇന്റർനാഷണൽ, അതായത് പാരീസ് അഗ്രിമെന്റ് നടന്ന ടൈമിൽ തന്നെയാണ് എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് പാരീസ് അഗ്രിമെന്റിന്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെ പറയാം. പക്ഷേ ഈ IS ഇന്റർനാഷണൽ ഒരു അലയൻസ്, ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് അലയൻസ് അറിയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ അലയൻസ് ഉണ്ടാകും. അതുപോലെ എന്താണ് ഇന്റർനാഷണൽ ആയിട്ട് സോളാർ അലയൻസ്. അപ്പൊ സോളാർ അലയൻസിൽ എന്താണ് മറ്റുള്ള ഒരു ഇതുപോലെ എന്താണ് എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യൂല, പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. കാരണം എന്താണ്, ഇപ്പൊ നമുക്കറിയാം ധ്രുവങ്ങളിൽ പോൾസിൽ വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ക്യാപ്രിക്കോണിന്റെ എബോ വരുന്ന രാജ്യങ്ങൾക്ക് ഈ സോളാർ എനർജി എന്ത് ചെയ്യാൻ പറ്റൂല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ക്യാപ്രിക്കോണിന്റെ ഇടയിൽ വരുന്ന ഈ 23 ഡിഗ്രി നോർത്തിനും 23 ഡിഗ്രി സൗത്തിനും ഭൂമിയുടെ ആ ഒരു പ്രത്യേക ഒരു ഇതില് വരുന്ന എന്താണ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഇടയിൽ വരുന്ന രാജ്യങ്ങള്. ഓക്കെ, അങ്ങനെ ഒരു 121 കൺട്രീസ് അവർ കംപ്ലീറ്റ്ലി ആയിക്കോട്ടെ പാർഷ്യലി ഇതിൽ ഈവൻ വരുന്ന കൺട്രീസ്, ചില കൺട്രീസ് പാർഷ്യലി വരുള്ളൂ, അല്ലെങ്കിൽ ചില ആ ബോർഡർ ആ ഒരു കൺട്രീസ്, അത്തരം 121 കൺട്രീസ് എന്താണ് ഇതിൽ പാർട്ടാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് എന്താണ്, ഇത് ഇന്ത്യ ഇനീഷ്യേറ്റീവ് ഇട്ട് കൊണ്ടുവന്ന ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിൽ പറയുന്ന പോലെ എന്താണ് സോളാർ എനർജീനെ മാക്സിമം എഫിഷ്യൻസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താ ഇപ്പൊ നമ്മൾ കറന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽസിന്റെ അത് എന്ത് ചെയ്യുക, കുറക്കുക. അത്രയും സോളാർ പവർ പ്ലാന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. ഓക്കെ. ദ ലോഞ്ച് ഓഫ് ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വാസ് അനൗൺസ്ഡ് ബൈ നരേന്ദ്രമോദി. ഓക്കെ. സോ നരേന്ദ്രമോദിയാണ് എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. നമുക്കറിയാം ആ ടൈമിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2015 നരേന്ദ്രമോദി. അതുപോലെ തന്നെ എന്താണ് ഇത് പറഞ്ഞു പാരീസ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു ടൈമിൽ വന്നതാണ്. ഫ്രാൻസിലായിരുന്നു ഇതിനൊരു അനൗൺസ്മെന്റ്. അപ്പൊ എന്താണ് ഫ്രഞ്ച് ആ ഒരു ടൈമിൽ തന്നെ ഇത് നവംബറിൽ. ഓക്കെ. ഇതിൽ പറയുന്നു 21 സെക്ഷൻ. സോ ഈ പാരീസ് അഗ്രിമെന്റിന് എന്താണ് COP21 ആട്ടോ പാരീസ് അഗ്രിമെന്റ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 95 വന്നു. അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. COP21 ആണ് 2015 വന്നത്. ഓക്കെ. 95 വന്നിട്ട് 2015 95 അങ്ങനെ നോക്കി മനസ്സിലാവും. 2015 COP21 വന്നപ്പോൾ 21st സെക്ഷന് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഓക്കെ. അതിലാണ് പാരീസ് അഗ്രിമെന്റിൽ ആ ഒരു പാരീസ് അഗ്രിമെന്റ് വന്ന ഒരു ടൈമിലാണ് സോളാർ അലയൻസ് വന്നത്. അതിൽ നരേന്ദ്രമോദി അതുപോലെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് എന്താണ് ഫ്രാൻകോയിസ് ഹോളണ്ടിനെ കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഡിസ്കസ് ചെയ്താണ് ഇന്റർനാഷണൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ അഗ്രിമെന്റ്സും ഉണ്ടായിരുന്ന കീ ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഇതൊന്ന് ആൻസർ ചെയ്ത് പറയൂ. ഒന്ന് ആൻസർ ചെയ്യൂട്ടോ. ആൻസേഴ്സ് നോക്കല്ലേ. സോ ഇതിന് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഓപ്ഷൻ എ കറക്റ്റ് ആണ് നോക്കാം. ഓപ്ഷൻ എന്റെ ഒരു കേസ് നോക്കട്ടെ. ക്യോട്ടോ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ക്യോട്ടോ പ്രോട്ടോകോള് ഓപ്ഷൻ എ ആണല്ലോ ആൻസർ ആയി പറഞ്ഞത്. ക്യോട്ടോ പ്രോട്ടോകോള്
മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ഓസോൺ B3 അല്ലേ. ക്യോട്ടോ ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞിരുന്നു. റിയോ സമ്മിറ്റ് ബയോഡൈവേഴ്സിറ്റി ഇത് പറഞ്ഞു. ഓക്കെ, റിയോ സമ്മിറ്റിന് മേജർ ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അതിലൊന്നാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്, പാരീസ് അഗ്രിമെന്റ്, സോളർ അലയൻസ്. ഓക്കെ, സോ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആട്ടോ. സോ ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി മനസ്സിലായില്ലേ. സോ ഈ എല്ലാ ഇത് പറഞ്ഞപ്പോ ഈ ഒരു കേസിൽ ഇപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് A1 ഇപ്പൊ ക്യോട്ടോ പ്രോട്ടോകോള് ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞാൽ തന്നെ എന്തിക്കുന്ന ആൻസറിലേക്ക് എത്താം. ചില കേസ് എന്താണ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഓക്കെ, അപ്പൊ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഫുഡ് ചെയിൻ എന്നുള്ളത് സിലബസിലൊരു എന്താണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഇതിന് ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലും പറഞ്ഞിരുന്നപ്പോ കോൺഫറൻസ് ഓഫ് പാർട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരു ജസ്റ്റ് മണി റെലവെന്റ് ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് 2023 COP28 നടന്നത്. COP28 2023 നടന്നത് ദുബായിലാണ്. ഓക്കെ, UAE ദുബായിലാണ്. ഓക്കെ, പിന്നെ എന്താണ് COP30 വരാനുള്ളതാണ്, അടുത്തത് ബ്രസീലിലാണ് വരാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 2025 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള COP ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അസർബൈജാനിലെ ബേക്കൂലാണ് ഇപ്പൊ COP. സാധാരണ നടക്കുക നവംബർ ഡിസംബർ ഈ ഒരു ടൈമിലാണ്. ഓക്കെ, ലേറ്റസ്റ്റ് COP29 ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 29 നടക്കുന്നത് അസർബൈജാനിലാണ്. ഓക്കെ, ഈ ഫുഡ് ചെയിൻ ഫുഡ് വെബ് എന്നുള്ള കൺസെപ്റ്റ് ചെറിയ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ചെറിയ സാർ ഐഡിയ ഉണ്ടാവും. 30 ഏതാ? 30 ബ്രസീലില്, നെക്സ്റ്റ് 2025 വരാനുള്ളത് ബ്രസീലില്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ സാർ. അപ്പൊ ഇനി അടുത്തതായിട്ട് ഫുഡ് ചെയിൻ ഫുഡ് വെബുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ ഫുഡ് ചെയിൻ അറിയാം. ഇപ്പൊ എന്താണ് നമുക്കറിയാം ഇപ്പൊ എന്താണ് ഒരു ഫുഡിന്റെ ഒരു ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എങ്ങനെ പറയാ. നമ്മളിപ്പോ പുൽച്ചാടി പുല്ല് തിന്നുന്നു, പുൽച്ചാടിനെ എന്താണ് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെ എന്താണ് വേറെ ജീവി തിന്നു, അങ്ങനെ തിന്നുന്നു. ഇപ്പൊ നമ്മളെ കേസിൽ നോക്കാം. ഇപ്പൊ നമ്മൾ തിന്നുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ചിക്കൻ തിന്നാണെങ്കിൽ അല്ലെ നമ്മൾ ഒരു തിന്നുമ്പോൾ എന്താണ് ആ ചിക്കനെ ഇപ്പൊ വേണമെങ്കിൽ വേറെ ജീവി, അങ്ങനെ ഒരു ഫുഡ് ചെയിൻ ഒരു ചെയിൻ ഇങ്ങനെ വരുന്നുണ്ടല്ലേ, ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിൽ നിന്ന്. അപ്പൊ അങ്ങനെ എത്ര ഓരോ ലെവലിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഫുഡ് ചെയിൻ ഈസ് എ ലീനിയർ സീക്വൻസ് ഓഫ് ഓർഗാനിസ് ദാറ്റ് ഈറ്റ് വൺ അനദർ. ഓക്കെ, പാസിംഗ് എനർജി ആൻഡ് ന്യൂട്രൻ അല്ലെങ്കിൽ ഇത് വേ. ഓക്കെ, സോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകുന്നത്, ലീനിയർ വേല അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മള് ചിക്കൻ തിന്നുമ്പോൾ എന്താണ് ചിക്കൻ ഒരിക്കലും നമ്മൾ തിന്നൂല, അതാണ് ലീനിയർ, അതായത് ലീനിയർ വേ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു കേസ് ചിക്കൻ അല്ലെങ്കിൽ ഹെന്നിനെ ഒരു കോഴി തിന്നുമ്പോൾ ആ ഒരു കേസിലേക്ക് ഒരു വേറെ രീതിയിൽ തിന്നുമ്പോൾ ലീനിയർ ആയിട്ടാ പോകും അല്ലേ, ഒരു സൈഡിലായിട്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ, ടു വേ ഫ്ലോ ഉണ്ടാവില്ല. പിന്നെ ആ ഒരു കേസിൽ എനർജി ഫ്ലോ കൂടി നടക്കുന്നുണ്ട്, പിന്നെ ന്യൂട്രിയൻസ് ഫ്ലോ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കേസിൽ എനർജി ഒരു ലെവലിന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എന്താണ് കട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് നമ്മൾ പറയാം ഇപ്പോൾ ട്രോഫിക് ലെവൽസ്. ഓക്കെ, ഇപ്പോൾ ട്രോഫിക് ലെവൽസ് എന്നുള്ളത് എന്താണ്, ഇങ്ങനെ ഈ ഫുഡ് ചെയിൻ്റെ കേസിൽ എന്താണ് ഓരോ ട്രോഫിക് ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ പൊസിഷൻ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ താഴത്തുള്ളത് പ്രൊഡ്യൂസർ എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, അങ്ങനെ ഡിഫറെൻറ്റ് ലെവലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പിന്നെ എന്താണ് എനർജി ട്രാൻസ്ഫറിൻ്റെ ഒരു കേസിൽ ഓക്കെ ഒരു 10% എനർജി മാത്രമാണ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, അതാണ് എനർജി ലെവൽ എന്നാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 10% എനർജിയാണ് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പ്രൈമറി ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിട്ട് എന്താണ് ഗ്രാസും ബ്ലാക്ക്ബെറീസും. അവിടുന്ന് എന്താണ് റാബിറ്റ്സ് ഗ്രാസ് തിന്നുന്നു, റാബിറ്റ്സിന് എന്താണ് സ്നേക്ക് തിന്നുന്നു, സ്നേക്കിന് എന്താണ് ഈഗിൾ തിന്നുന്നു. പിന്നെ ഈഗിൾ ഡെഡ് ആയിരുന്ന ഡീകമ്പോസ് ആയി പോകുന്ന ഒരു സ്റ്റേജ് കൂടി ഉണ്ടാവും അറിയാം. ഓക്കെ, പിന്നെ ഈ ഫുഡ് ചെയിൻ പോലെ തന്നെ എന്താണ് ഫുഡ് പ്രൊഡ്യൂസർ. ഇപ്പൊ നമുക്കറിയാം പ്രൊഡ്യൂസർ എന്തായിരിക്കും മേജറായിട്ട് എന്താണ് ഗ്രീൻ ആയിട്ടുള്ള ഇതായിരിക്കും ഫുഡ് ചെയിൻ പ്രൊഡ്യൂസർ വെച്ചാൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിസ് നമുക്ക് അറിയാൻ പറ്റും, ലൈറ്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഇതാണ് സസ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു കേസ്. പിന്നെ അത് കൺസ്യൂമർ ചെയ്യുന്നത് ഇപ്പൊ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി ടെർഷറി അങ്ങനെ ഡിഫറൻസ് ഇതുണ്ട്. ഇപ്പൊ ഹെർബിവോറസ് എന്തായിരിക്കും പ്രൈമറി കൺസ്യൂമർ ആയിരിക്കും, അവരെന്താണ് ഇപ്പൊ ഡയറക്റ്റ് നിന്നുണ്ട ഒരു കേസിൽ. സെക്കൻഡറി കൺസ്യൂമേഴ്സ് കാർണിവോറസ് ആയിരിക്കും,
അത് പ്രൈമറി കൺസ്യൂമറിനാണല്ലോ അവർ കൺസ്യൂം ചെയ്യുക, അങ്ങനെ ടെർഷ്യറി അങ്ങനെ പോകും. ഡീകമ്പോസിന്റെ കേസ് എന്താണ്, ഇവര് ഡീകമ്പോസ് ചെയ്ത് ഡെഡ് ആയതിന് ശേഷം ബാക്ടീരിയ ആക്ട് വന്നിട്ട് ബാക്ടീരിയയാണ് ഇത് എന്ത് ചെയ്യും ഡീകമ്പോസ് ചെയ്യുന്ന ഒരു കേസ് വരുന്നത്. ഈ ഫുഡ് ചെയിൻ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണെന്ന് ഫുഡ് വെബ് അല്ലേ. അതായത് ഇന്റർ കണക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കേസ്, ഇന്റർ കണക്റ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഫുഡ് ചെയിൻ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ഒരു ലീനിയർ ആയിട്ടില്ല പോകും, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു വെബ് പറയുമ്പോൾ നമ്മൾ ഫുൾ നമ്മൾ പറയുക വേൾഡ് വൈഡ് വെബ്, ആ ഒരു വെബ് പറയുമ്പോൾ എന്താണ് ആണ്ടും കൊണ്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഫുഡ് ചെയിൻ പറയുമ്പോൾ ഒരു ലീനിയർ ആയിട്ട് ഫ്ലോ ആയിട്ട് പോകുമ്പോൾ എന്താണ് ഒരു ഡിഫറെന്റ് ഫുഡ് ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ അത് ലീനിയർ ആയിട്ട് കണക്റ്റ് ആവുള്ളൂ. കണക്ട് ചെയ്യുന്ന ഒരു കേസാണ് എന്താണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ.